നല്ല രീതിയിൽ ഡെസ്റ്റിനേഷൻ വെഡിങ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോപ്പാണ് കേരള. അതിപ്പോൾ ബീച്ച് എന്നല്ല, ബാക്ക് വാട്ടർ ആവാം, ബീച്ച് ആവാം, ഫോറസ്റ്റ് തീമിൽ ഇപ്പോൾ നെക്സ്റ്റ് ലെവലൊക്കെ എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് തീമൊക്കെ വെഡിങ്സ് വരേണ്ട ഒരു സമയമാണ്. അതിനുള്ള വെന്യൂസ് ഒക്കെ ഓൾറെഡി ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതായത് ഒരു ഫോറസ്റ്റ് അതാണ് നെക്സ്റ്റ്. ഇപ്പോൾ ബീച്ചൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് ട്രെൻഡ് ഔട്ട് ആയി കഴിഞ്ഞു. ഇനി അടുത്തത് ഫോറസ്റ്റ് വെഡിങ് ആണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സാധനമാണ് ഇനി ഇന്റിമേറ്റ് വെഡിങ്സ് ആയിരിക്കണം. Hello everyone, welcome to Your Story, Kerala's first wedding photography podcast where every untold story finds its voice. ബീച്ച് വെഡിങ് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കണ്ടുവന്നിട്ടില്ല. പക്ഷേ ബീച്ച് വെഡിങ് മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്നൊരു ടീമുണ്ട്. We would love to welcome Yadu, the owner and the founder for Luxeves Events. Yadu, Hi. Welcome to the show. Thank you. നമ്മുടെ നാട്ടിൽ ഞാനിപ്പം ഇൻട്രൊഡക്ഷൻ കൊടുത്ത പോലെ തന്നെ ബീച്ച് വെഡിങ്സ് ശരിക്കും പറഞ്ഞാൽ അധികം കണ്ടുവന്നിട്ടില്ല. പക്ഷെ ചെയ്യാറുണ്ട്. യദുവിനറിയുന്ന പോലെ സീസൺ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. സോ ബേസിക്കലി യദുവിൻ്റെ ഒരു സ്റ്റാർട്ട് എങ്ങനെയായിരുന്നു എന്നും ലക്സീവ്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിയേക്കോളാം. ലക്സീവ്സ് ആക്ച്വലി എൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി ഈ ഫീൽഡിൽ ലക്സീവ്സ് അല്ല, അതിന് മുമ്പായിട്ട് നമ്മൾ ചെറുപ്പത്തിലേ മുതൽ ഒരു ഈ ഫീൽഡിനോട് കണക്ട് ആയിട്ട് ഇപ്പോൾ എന്താ പറയുക, കാറ്ററിംഗ് സർവീസ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു മേഖലയിലെ കുറേ നാൾ പഠിക്കുന്ന സമയത്തും കോളേജിലുള്ള സമയത്ത് പോയിരുന്ന ആളാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഒരു 4-5 പേര് കൂടിയിട്ടൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തു. അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള സംഭവം ആയിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് 1 by 1 ആയിട്ട് ഗൾഫിലേക്ക് പോയി, ഓരോരുത്തരുടെ സേഫ് സോണിലേക്ക് എത്തി. ഞാനൊരു 8 വർഷം ബഹറിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾക്ക് മനസ്സിലായി അത് നമ്മൾക്ക് പറ്റിയ പണിയല്ല മനസ്സിലായപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തു. സഡൻലി പെട്ടെന്നായിരുന്നു ആക്ച്വലി ഡ്രോപ്പ് ചെയ്ത് ഞാൻ നാട്ടിലേക്ക് വരികയാണ്. എനിക്കൊരു ടൈം പീരീഡ്, ഒരു നോട്ടീസ് പീരീഡ് ഉണ്ടായിരുന്ന 1 month ഞാൻ ആക്ച്വലി അവിടെ നിന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോരുന്നത്. എനിക്ക് ജസ്റ്റ് വന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കമ്പനിയുടെ പേര് അല്ലെങ്കിൽ അതിൻ്റെ ലോഗോ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ നിന്ന് റെഡി ആ ഒരു 1 month പീരീഡിൽ ആണ് ചെയ്തിട്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു വെബ്സൈറ്റ് ആണെങ്കിലും വെബ്സൈറ്റ് ഡിസൈനിങ് ആണെങ്കിലും എല്ലാ പരിപാടിയും ഞാൻ അവിടെ കഴിച്ചിട്ട് 1 month ഇരുന്ന് ചെയ്തു. എന്നിട്ട് വന്ന് ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു പ്രോഗ്രാമാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. കാരണം എനിക്ക് കിട്ടാൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഐ മീൻ ഞങ്ങൾ ഓൾറെഡി ഈ ഒരു കണക്ഷൻ ഇതിലുള്ളത് കൊണ്ട് പലപ്പോഴും പല കേസുകൾ വരുമ്പോഴും എന്നോട് സജഷൻ ചോദിച്ചിരുന്ന ആൾക്കാർ നമ്മൾ ഈ ഫീൽഡ് ആയതുകൊണ്ട്. അപ്പോൾ എനിക്ക് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോഴും നമ്മൾ വന്നിട്ട് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തുമ്പോഴും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളിലാണ് എനിക്ക് ഒരു നല്ല വർക്കുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലക്സീവ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ ലക്സീവ്സ് എന്നുള്ള പേര് ഞാനിപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഷോയിൽ വരുന്ന എല്ലാ ബ്രാൻഡിനോടും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ ഈ ഒരു പേര് ഭയങ്കര കൺഫ്യൂഷൻ സ്റ്റേജാണ്. ഒരു സ്വന്തമായിട്ടൊരു ബ്രാൻഡിനൊരു പേര് തുടങ്ങുമ്പോൾ കുറേ പേരുകൾ വരും. നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള കുറേ കണ്ടുമറന്ന പേരുകളും നമ്മുടെ മുന്നിൽ മാറി പറയും. ലക്സീവ്സ് അതെങ്ങനെയാണ് എൻ്റെ ഒരു ഈ സെയിം കൺഫ്യൂഷൻ ആസ് യൂഷ്വൽ എനിക്കുണ്ടായിരുന്നു. അതുപോലെ അതിൽ ഫൈനലായിട്ട് എത്താൻ കാരണം നമ്മൾ എൻ്റെ കൺസേൺ ഇത്രയായിരുന്നു. അതായത് ഒരു 10-15 അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞാലും ഈ പേര് ഔട്ട്ഡേറ്റഡ് ആവരുന്നുള്ളൊരു കൺസേൺ എനിക്കുണ്ടായിരുന്നു. ഓക്കെ ഒരു ഇപ്പം നമ്മൾ ചില പേരുകൾ, ചില ആൾക്കാരുടെ പേരുകളോ അല്ലെങ്കിൽ സംഭവങ്ങൾ ഒരു കുറച്ച് 10 വർഷം 15 വർഷം കഴിഞ്ഞാൽ നമുക്ക് പേര് മാറ്റിയാലോ എന്ന് ചിന്ത പിന്നീട് വരാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഷോർട്ട് ആയിരിക്കണം എന്നുള്ളൊരിതുണ്ട്. ആൾക്കാർക്ക് അത് എന്താ പറയാ, കുറച്ച് ക്വാളിറ്റി ഫീൽ ചെയ്യണം ആ പേരിൽ. അതിൽ നമ്മൾ എത്രത്തോളം സക്സസ് ആവും എന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ലക്ഷറിയസ് ഇവന്റ്സിനെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ലക്സീവ്സ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് എത്തത്. പക്ഷെ ഈ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് ഞാൻ പല തവണ ആൾക്കാർക്ക് ഇത് കൺവിൻസ് ആവാൻ, ഐ മീൻ ഈ പേര് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പലതവണ ഒരാളോട്, കസ്റ്റമർ അടുത്താണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഇതെന്താന്ന് പറയാൻ ഒരു 2-3 വട്ടം പറയേണ്ടി വന്നിട്ടുണ്ട്. അതുണ്ടെങ്കിലും പക്ഷെ ഞാൻ ഇപ്പോഴും അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, ആ പേരിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഏത് ബീച്ച് വെഡിങ് കുറേ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ തൃശ്ശൂരൊക്കെ ഇഷ്ടംപോലെ ബീച്ച് വെഡിങ്സ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ബീച്ച് വെഡിങ് നമ്മുടെ നാട്ടിൽ പ്രിഫർ ചെയ്യുന്നവർ വളരെ റെയറാണ് ഡ്യൂ ടു ദ സീസൺ. കാരണം മഴ, അങ്ങനെയുള്ള കാലാവസ്ഥ, അല്ലെങ്കിൽ മോർണിംഗ് നടക്കുമ്പോൾ വെയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര. ഇതിൻ്റെ ഒരു സിറ്റുവേഷൻസ് ക്ലയൻറ്റ് അപ്രോച്ച് ചെയ്യുന്നു ബീച്ചിലാണ് എന്നുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ യദുവായിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ടോ? ആക്ച്വലി നമ്മുടെ ലക്സീവ്സിൻ്റെ ടേണിംഗ് പോയിന്റ് ബീച്ച് വെഡിങ് ആണ്. അതായത് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, നോർമൽ കുറച്ച് വെഡിങ്സിനോ ഇൻഡോർസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തെങ്കിലും നമുക്കൊരു നല്ലൊരു രീതിയിൽ ആൾക്കാർ നമ്മളെ
ഏറ്റെടുത്തത് ബീച്ച് ബ്രേക്ക് വെഡിങ്ങിലാണ്. തുടങ്ങിയതാണ്. അതെ, അവിടെയാണ് ശരിക്കും പറഞ്ഞ ബ്രേക്ക്. ഒരു ബീച്ച് വെഡിങ് സ്റ്റാർട്ട് ചെയ്തു, അതിന് കുറച്ച് നല്ല രീതിയിൽ നമുക്ക് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നല്ല ഔട്ട് വന്നു. ഓക്കെ. ഔട്ട് നന്നായിട്ട് ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ആ ആക്സെപ്റ്റ് കൂടുതലും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആക്ച്വലി തൃശ്ശൂർ ബേസിലാണ്. നമുക്ക് തൃശ്ശൂർ ബേസിൽ ഇപ്പോൾ ഞങ്ങളുടെ പ്രോപ്പർ സ്ഥലം തൃപ്പയാറാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് അവിടത്തേക്കാൾ കൂടുതൽ പുറത്തുനിന്നുള്ള എൻക്വയറീസാണ് വന്നിരുന്നത്. ഓ ഐ ശരി മീൻ ശരി. ഈ ബീച്ചിനെ നമ്മളെ ആൾക്കാർക്ക് ബീച്ചിനെ കണ്ടുള്ള ഒരു ഇതുള്ളത് കൊണ്ട് പുറത്ത് ഒരു കാരണം സംഭവം ഇല്ല. എബ്രോഡുള്ള കാര്യങ്ങളാണ് അതെ. കൂടുതൽ കണ്ടിട്ടുണ്ടാവും. കൂടുതലും ആൾക്കാർ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മുടെ UK US അങ്ങനെയുള്ള കേസുകളാണ് അവർക്കാണ് ഇത് അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. നമ്മുടെ പുറത്ത് നാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ ബീച്ച് വെഡിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയാ, പാരന്റ്സിനൊക്കെ അത് കുറെ കൺസേൺസ് ഉണ്ട്. അതായത് ഓപ്പൺ സ്പേസ്, കാറ്റ്, മണ്ണ്, അങ്ങനെ കുറെ കൺസേൺസ് ഉണ്ട്. അപ്പൊ ഇത് അവരെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയിരുന്നു. ഓക്കെ. ഇതെല്ലാം Especially കഴിഞ്ഞിട്ടാണ് elders-ന് അല്ലേ? അതെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിലേക്ക് ഇപ്പോൾ ഈ ഒരു ബ്രൈഡ് ആൻഡ് ഗ്രൂം ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ വിളിക്കാറ്. ഞാനിപ്പോ ഈ റീസെന്റ് വേറൊരു സംഭവം കണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു ഇവന്റിൽ പുറത്ത് നടക്കുന്ന ഒരു വെഡിങ് ആണ്. അതിനകത്ത് വെഡിങ്ങിന് വരുന്ന നമ്മുടെ നാട്ടിൽ നടക്കുകയില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. 100% നടക്കാൻ ചാൻസ് കുറവാണ് നിലവിൽ. ഇനി ഫ്യൂച്ചറിൽ വരുമോയെന്ന് അറിയില്ല. വരുന്ന ഗസ്റ്റിന്റെ മൊബൈൽസ് എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു റാപ്പ് ചെയ്തിട്ട് സേഫ് ആയിട്ട് വെച്ചിട്ട് ഇവന്റ്സ് കഴിഞ്ഞിട്ടാണ് അവരുടെ കയ്യിൽ കൊടുക്കുന്നത്. ഈ മൊബൈൽ വെച്ചിട്ടുള്ള അതായത് ഒരു ബ്രൈഡിന്റെ എൻട്രി, കാരണം ഞങ്ങൾക്ക് മെയിനായിട്ട് എപ്പോഴും പ്രശ്നം വരുന്നൊരു ഏരിയ ആണ് ബ്രൈഡിന്റെ എൻട്രി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഏറ്റവും നല്ല ഔട്ട്പുട്ട് കിട്ടാൻ പറ്റിയൊരു മൊമെന്റ്സ് ആണ്. കൈ പിടിച്ച് അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് തന്നെ ബ്രൈഡിന്റെ ഒരു എൻട്രി. ഈ സമയത്ത് നമ്മുടെ ഫോട്ടോസിന്റെ അല്ലെങ്കിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്ന ഒരു 10 20 മൊബൈൽ ഫോൺസ് ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു വില്ലൻ ഈ ഏരിയയിൽ. നല്ല ഫോട്ടോസ് കിട്ടാണ്ട് പോകുന്ന ഏറ്റവും വലിയൊരു അവസ്ഥയാണ്. മെയിനായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടും ഈ ഫോട്ടോസ് മേ ബി കുറച്ച് നേരത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസാണ്. അത് കഴിയുമ്പോൾ അവരുടെ ഫോൺ ഫില്ലായി കഴിയുമ്പോൾ ഈ സാധനം ഡിലീറ്റ് ചെയ്ത് കളയും അവരുടെ ഗ്രൂപ്പിലിട്ട്. പക്ഷെ നമ്മളിവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ക്യാപ്ചർ ചെയ്തത് ഇവർക്ക് ലൈഫ് ലോങ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു മൊമെന്റ് ആണ്. ഇങ്ങനൊരു സംഭവം വരാൻ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഏത് എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനൊരു സംഭവം? അത് എല്ലായിടത്തും എക്സ്പീരിയൻസ് ഉള്ളത് തന്നെയാണ്. ഐ മീൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വർക്കിൻ്റെ ഇടയിൽ ബ്രൈഡ് ആൻഡ് ഗ്രൂം എൻട്രി ഇതേപോലെ തന്നെ സെയിം സംഭവം. അപ്പോൾ ഇത് കോമൺ ആയിട്ടൊരു സാധനമാണല്ലോ. അതായത് ഒരു ബ്രൈഡ് ആൻഡ് ഗ്രൂം വരുമ്പോൾ അവർ എൻട്രി വരുന്ന സമയത്ത് ആ പാത്ത് വേ ഒന്ന് ക്ലിയർ ചെയ്യാന്നുള്ളത് ഞങ്ങൾ ഫസ്റ്റ് ക്ലിയർ ചെയ്തു. സഡൻ ആയിട്ട് ഒരാൾ ഒന്ന് കയറുക, ഇടയിൽ കൂടെ നടന്നു പോവാ, നോക്കുമ്പോൾ സഡൻ ആയിട്ട് അത് കുട്ടികളാണെങ്കിൽ ഫൈൻ, കുഴപ്പമില്ല, കുട്ടികളാണെന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുക്കുക. ഇത് അങ്ങനെയല്ലാന്നേ, ഇത് മൊബൈലൊന്നുമില്ല, ആൾ വെറുതെ സിമ്പിളായിട്ട് നടന്നു പോവാ. അത് കഴിഞ്ഞ് ഗ്രൂമിന്റെ എൻട്രി കഴിഞ്ഞ് ബ്രൈഡിന്റെ എൻട്രിയിൽ സമയത്തും ഈ കക്ഷി തന്നെ വീണ്ടും വരാം. ഒരു ഏജ് ഒരു അറൗണ്ട് 40-50 ഏജ് ആയിട്ടുള്ള ആളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് പറഞ്ഞ അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ മൊബൈൽ ഫോണെല്ലാം ഒന്ന് റാപ്പ് ചെയ്ത് വേറെ സെപ്പറേറ്റ് വെക്കുക എന്നുള്ള തീരുമാനം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നല്ല കോൺസെപ്റ്റ് ആണ്. നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അത് ഫസ്റ്റ് ക്ലയന്റ് അപ്രൂവ് ചെയ്യണം. ക്ലയന്റ് അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് നടക്കൂ. നമ്മുടെ ക്ലയന്റ് പറയാണ് നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്യാം. കാരണം ഈ മൊബൈൽ ഫോൺസ് ഈ ഒരു കേസിൽ മാത്രമല്ല, നമ്മളവിടെ ചില പെർഫോമൻസ് അറേഞ്ച് ചെയ്യും. നല്ല ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് നമ്മൾ നല്ല പെർഫോമൻസ് അറേഞ്ച് ചെയ്യും. നമ്മൾ അവരോടൊരു തിരിച്ചൊരു മാന്യത കീപ്പ് ചെയ്യണമല്ലോ. ആ ഒരു സാധനം തീരെ കൊടുക്കാറില്ല. ഞാൻ പലപ്പോഴും കൺസിഡർ ചെയ്യാറുള്ള കാര്യമാണ്. കാരണം നല്ല ആർട്ടിസ്റ്റുകളെ വെച്ച് നല്ല ഫ്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല പ്രോഗ്രാംസ് ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു സാധനത്തിന് അവരോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ. മീൻസ് അവർ ആർട്ടിസ്റ്റ് ആണ്. അത് പൈസ കൊടുത്ത് ചെയ്യണമെങ്കിലും പൈസക്ക് വേണ്ടി ചെയ്യണമെങ്കിലും എന്നുള്ളത് അതൊക്കെ സെക്കൻഡറി ആണ്. ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ ബഹുമാനിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് തീരെ നമ്മുടെ നാട്ടിലില്ല. അവിടെ എന്തൊക്കെയോ നടക്കുന്നു, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു, സ്റ്റേജിൽ വേറെ എന്തൊക്കെയോ നടക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ. ഇപ്പൊ കഴിഞ്ഞത് നമ്മുടെ അംബാനിയുടെ വെഡിങ്ങിന് നമ്മുടെ നാട്ടിൽ നടക്കില്ല എങ്കിൽ പോലും ഞാനത് നമ്മൾക്കും എക്സ്പെക്ട് ചെയ്യണം അങ്ങനെ ആയാൽ നന്നായിരിക്കും എന്നുള്ള രീതിയിൽ. അതായത് അംബാനിയുടെ വെഡിങ്ങിന് ഒരു ഫ്യൂഷൻ സെറ്റപ്പ്, ബ്രൈഡും ഗ്രൂമും അംബാനി ഫാമിലി എല്ലാവരും സ്റ്റേജിന്റെ ഫ്രണ്ട് റോയിൽ ഇരിക്കുക. വന്ന ഗസ്റ്റ് എല്ലാവരും വളരെ സൈലന്റ്, ഒരു മുട്ടുസൂചിയുടെ സൗണ്ട് പോലും കേൾക്കില്ല. ഇവരെ സൗണ്ട് മാത്രം ഫ്യൂഷനെ ആസ്വദിച്ചിരിക്കുക. ഒരു സിനിമ കാണുന്ന ഫീല് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ കണ്ടിരിക്കുക. ഞാനൊക്കെ ആലോചിച്ചപ്പോൾ നമുക്കൊക്കെ എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക, എന്നാ ചെയ്യാൻ പറ്റുക എന്നുള്ള സാധനം ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് നമ്മൾക്ക് അവരോട് കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ. ഈ എത്രയോ നല്ല ആർട്ടിസ്റ്റുകളാണ്. പുതിയ ലീഡിങ് ആയിട്ടുള്ള പോണത് നെക്സ്റ്റ് വിട്ടേക്ക് പുതിയ വരുന്ന ഒരുപാട് പിള്ളേരുകളുണ്ട്, ഒരുപാട് യങ്സ്റ്റേഴ്സ്, ഒരുപാട് ആൾക്കാരുണ്ട്. ഒക്കെ ഞാനൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക ഇടയ്ക്ക് അവരോരോ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ. പക്ഷെ അതിനൊരു തിരിച്ച് നമ്മുടെ വരുന്ന ഒരു 1000 പേരോ അല്ലെങ്കിൽ 500 ഗസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ തീരെ ഇല്ല. അത് ചില ക്ലയൻസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ 10-30 ആൾക്കാരൊക്കെ ആസ്വദിച്ചിരിക്കുന്നല്ലാതെ
വരുന്ന എനിക്ക് crowd തോന്നുന്നു ഇനി ഒരു അടുത്തൊരു ജനറേഷനിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങൾ കുറച്ചും കൂടി മാറി കുറേയൊക്കെ തുടങ്ങുമെന്ന് എനിക്ക് മാറ്റം തോന്നണം. ഉം, ഉം, അതായത് ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, കാരണം മിക്കപ്പോഴും ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് ശരിക്കും പറഞ്ഞൊരു ഡിബേറ്റ് ആണോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഡിബേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം. അതായത് കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ഇവൻറ്റിൽ കാരണം ഒരു സ്റ്റേജിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത ഫാമിലീസ് അല്ലെങ്കിൽ അവരുടെ ഗസ്റ്റുകൾ കയറാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഉം, ഉം. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മളൊരു ക്യാമറ ഒരു ഫ്രെയിം ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പ് എടുക്കുന്നതിൻ്റെ പുറകിൽ അടുത്ത കയറാൻ പോകുന്ന ഫാമിലിയുടെ ഗ്രൂപ്പും ബാക്കിലും അല്ലെങ്കിൽ പുറകിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഉം, ഉം. ശരിയാണ്, ഇത് കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഇവർക്ക് ഇത് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം വേണം പോവാനായിട്ട്. ഉം, ഉം. ഇത് ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് നല്ലൊരു ഫോട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രൗഡിനെ ഒഴിവാക്കണ്ടേ. അപ്പോൾ ഇത് പലപ്പോഴും ഒരു ഡിബേറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണോ, അതൊരു ഫോട്ടോഗ്രാഫറിൻ്റെ അസിസ്റ്റൻസ് വന്ന് കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണോ എന്നെനിക്കൊരു ഡൗട്ട്. അതായത് എൻ്റെ അസിസ്റ്റൻ്റ് ഇപ്പോൾ റീസെൻ്റ്ലി എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. നമ്മൾ ആ പുറകിൽ നിന്ന് മാറൂ എന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ടും പുള്ളി മാറിയില്ല. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഒന്ന് മാറണം, കാരണം ഫ്രെയിമിൽ നിങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി മാറിയില്ല. വീണ്ടും നമ്മുടെ അസിസ്റ്റൻ്റ് പറഞ്ഞു ഒന്ന് മാറാൻ പറഞ്ഞപ്പോൾ പുള്ളി അവിടെ കിടന്ന് ഷൗട്ട് ചെയ്തു. ഉം, ഉം, ഉം. അതായത് നമുക്ക്, കാരണം ആ ഗസ്റ്റിൻ്റെ റിലേറ്റീവാണ് അത്. അതെ. അപ്പോൾ പുള്ളി ആ ഒരു റൈറ്റ് വെച്ചാൽ പറയണേ, നിങ്ങൾ ആരാണ് എന്നോട് മാറാനെന്ന് പറയാൻ, ഉള്ളത് വെച്ച് എടുത്താൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. ഉം, അപ്പോൾ ഇത് ശരിക്കും കാരണം നമുക്ക് ഭയങ്കര ഇൻസൾട്ടിങ് മൊമെന്റ്സ് ആണ് ഇതെല്ലാം. ഉം, ഉം, ഉം. മനസ്സിലായോ? കാരണം ഈവൻ അത് ഒരു അസിസ്റ്റൻ്റ് ആണെങ്കിലും ശരി, ഒരു കാരണം എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ്. നമ്മളെല്ലാവരും ആർട്ടിസ്റ്റാണ്. നമ്മളെല്ലാം ആ ഒരു ക്ലയൻറ്റിന് വേണ്ട ഏറ്റവും നല്ല മൊമെന്റ്സ് കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന്. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവൻ മാനേജ്മെൻറ്റ് ടീം ആണെങ്കിലും മേക്കപ്പ് ടീം ആണെങ്കിലും ഈവൻ നമ്മുടെ കൂടെ പറ്റുന്ന ഓരോ അസിസ്റ്റൻസ് ആണെങ്കിലും. അപ്പോൾ ഇത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവരോടും ഒരു ഇത് തോന്നുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും ഒരു ഡിബേറ്റിൻ്റെ രീതിയിൽ എടുക്കണ്ട. എന്നാലും ഞാൻ ചോദിക്കണം, ഇത് ശരിക്കും ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീം ചെയ്യേണ്ട ഒരു ക്രൗഡിനെ മാനേജ് ചെയ്യുന്നത് നമ്മുടെ അണ്ടറിൽ വരുന്ന തന്നെയാണ്. ഞാൻ അതിൽ തെറ്റ് പറയുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ നോർമലി ചെയ്യാറ് ഹോസ്റ്റിംഗ് ഗേൾസോ ഹോസ്റ്റിംഗ് ബോയ്സിനെ വെച്ചിട്ട് ഈ പറഞ്ഞതിനുള്ള സൊല്യൂഷൻ കാണാറ് 2 എൻഡിലും ഒരു എൻട്രി ഒരു എക്സിറ്റ്. നമ്മളെ സ്റ്റേജിലെ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സൈഡിൽ കൂടെ എൻട്രി, അതുപോലെ തന്നെ 2 സൈഡിലും 2 സ്റ്റാഫിൽ നിർത്തിയിട്ട് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്ത് ഈ സെയിം കൺസേൺ ആണ് പറയാറ്. ഞാൻ ക്ലയൻസിന്റെ അടുത്ത് പലപ്പോഴും പറയാറ് 2 പേര് വെക്കുക, ഒരു എൻട്രി ഒരു എക്സിറ്റ് കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ, ഫ്രെയിമിൽ അവർക്ക് വേണ്ട അസിസ്റ്റൻസ് കാര്യങ്ങൾ എന്തെങ്കിലും. പക്ഷേ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആ പെൺകുട്ടികൾ വരെ തോറ്റുപോകും. കാരണം അവരെ ബ്രേക്ക് ചെയ്തിട്ട് ഈ സൈഡിൽ കൂടെ കയറും. കാരണം അവർക്കും ചില സമയത്ത് അതെന്താ വെച്ചാൽ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ നമുക്ക് ഇവരോട് പറയുന്നതിന്. ഈ പറഞ്ഞ അവർ ഗസ്റ്റാണ്, ഫൈനലി അവർ ഗസ്റ്റാണ്. അപ്പൊ നമ്മൾക്കിത് പറയാനേ പറ്റൂ. അവരെ കമ്പൽ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ലിമിറ്റ് വരെ പറഞ്ഞ് നമുക്ക് അവരെ കൺവിൻസ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഒന്ന് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അത് അങ്ങനെ രീതിയിൽ മനസ്സിലാക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ ഈ വരുന്ന 1000 പേരോ 2000 പേരോ വരുന്നതിൽ 2000 പേര് 2000 ക്യാരക്ടർ ആയിരിക്കും. അതാണ് അതിന്റെ വ്യത്യാസം. ചിലവർക്ക് തിരക്കുണ്ടായിരിക്കും, ചിലവർക്ക് ഇത് കുറെ നേരം ക്യൂ തന്നെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ഇതൊക്കെ പലപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ടാവും. കൂടുതലും ഞാൻ എപ്പോഴും വളരെ ഒരു ചെറിയ പ്രൈസിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. അതായത് ചെറിയൊരു 2000-3000 രൂപയ്ക്ക് 2 പേരൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ് ഇതൊക്കെ. ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു അത് ചെയ്തു കഴിഞ്ഞാൽ ക്രൗഡ് മാനേജ്മെന്റ് കുറച്ചും കൂടി ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ അതെ, കുറച്ചും കൂടി ഈസി ആയിട്ട് വളരെ മിനിമൽ ആയിട്ട് പ്രൈസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാവരുടെ അടുത്തൊരു കാര്യം പറയാട്ടോ, പക്ഷെ ഈ ഒരു ഇപ്പോൾ ഏത് പറഞ്ഞ പോലെ ഒരു ചെറിയ ഒരു ടീമിനെ അതിനു വേണ്ടി അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഇസ് നോട്ട് എ ഫോട്ടോഗ്രാഫി ജോബ്. കാരണം ഈ ഫോട്ടോഗ്രാഫി നമ്മുടെ നാട്ടിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഫോട്ടോഗ്രാഫിയേക്കാൾ കൂടുതൽ ക്രൗഡ് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ഫോട്ടോഗ്രാഫേഴ്സ് ചെയ്യുന്നത് ക്രൗഡ് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫി 20%-ഉം 80% ക്രൗഡ് മാനേജ്മെന്റ് ആണ്. പുറത്ത് രാജ്യങ്ങളിൽ 80% ഫോട്ടോഗ്രാഫിക്ക് ഇമ്പോർട്ടൻസും ബാക്കി 20% അവർ ക്രൗഡിനെ മാനേജ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു റീല് കണ്ടായിരുന്നൊരു കാര്യം കൊണ്ടുണ്ട്. നമ്മുടെ തന്നെ ഒരു ഫോട്ടോഗ്രാഫറാണ്, ഞാൻ പുള്ളിനെ നേരിട്ട് കണ്ടിട്ടില്ല. പുള്ളി തിരിച്ച് ആ ബന്ധുവിന്റെ അടുത്ത് ചൂടാവുന്ന ഒരു റീൽ എടുത്തിട്ടിട്ടുണ്ട് ഒരു അമ്മാവന്റെ അടുത്ത്. അത് എനിക്ക് ആ ഫോട്ടോഗ്രാഫറിന്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ ലെവല് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ആ സമയത്ത്. ശരിക്കും
അത്രയും ആ ഒരു ലെവലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പുള്ളിനെ അത്രയും അത് ട്രിഗർ ചെയ്തിട്ടുണ്ടാവും. കാരണം ആ ഫോട്ടോഗ്രാഫർ ഏറ്റവും നല്ല മൊമെന്റ്സ് ആ ക്ലയന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇവർ രാവിലെ 6 മണി 7 മണി തുടങ്ങി ഒരു വൈകിട്ട് ഒരു 3 മണി 4 മണി വരെ കഷ്ടപ്പെടുന്നതായിരിക്കും. അത് അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മൊമെന്റ്സ് കൊടുക്കാൻ വേണ്ടി പുള്ളി കഷ്ടപ്പെടണം. അതിന് വേണ്ടിയിട്ട് ഇത്രയും മതി, ഇത്രയും ഫോട്ടോസ് മതി ഇറക്ക് എന്നൊക്കെ പറയുമ്പോൾ അവർ അന്നത്തെ ഒരു ദിവസമാണ് പോണത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫൈനൽ ഔട്ട് വരുമ്പോ ആ ഫോട്ടോയുടെ ഈ ഫോട്ടോയുടെ ചോദ്യം വേറെ ഉണ്ടാവും. ആ ചോദിക്കുന്ന സമയത്ത് ഈ അമ്മാവനോടെ ഉണ്ടാവില്ല. അത് ചോദിക്കണത് ആകെ ചോദിക്കാൻ പോണെങ്കിൽ ബ്രൈഡും ഗ്രൂമും അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ് ആയിരിക്കും. ആ സമയത്ത് ഈ അമ്മാവന്റെ ഒരു അഡ്രസ്സ് പോലും കാണില്ല. എനിക്കൊരു സെയിം ഇതുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു വെഡിങ് ആയിരുന്നു ആക്ച്വലി. ആ സമയത്ത് എല്ലാം കഴിഞ്ഞു. ഞാൻ ആ ഒരു ആളുടെ പയ്യനായിട്ട് എനിക്ക് പരിചയം. പെൺകുട്ടിയുടെ അച്ഛൻ ഒരു ബോത്ത് സൈഡ് കൊടുത്തവര്. അപ്പോൾ എന്റെ കെയർ ഓഫിൽ കൊടുത്തത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ലുലുമാളിൽ വെച്ച് കണ്ടപ്പോൾ സംസാരിക്കുന്നു അവര്. എന്നിട്ട് പറയാ ഇത് അവര് പൊതുവെ ഒരു ഫോട്ടോസും വീഡിയോസും കൊടുത്തിട്ടില്ല. സ്റ്റക്കായി. എന്റെ കെയർ ഓഫിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ചെയ്യാൻ വഴിയില്ലല്ലോ, ഞാനത് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ കഴിഞ്ഞിട്ട് ആള് പറഞ്ഞു അവരൊരു കാര്യം ചെയ്തിട്ടില്ല. അതായത് എന്താ മറ്റേ പുടവ കൊടുക്കൽ പരിപാടി ചടങ്ങുകൾക്ക് സാധാരണ എല്ലാവരും അവരല്ല എല്ലാം ചെയ്യണ്ടായത്. ഈ പറഞ്ഞ പായ ഇടുന്നത് തൊട്ട് വിളക്ക് കത്തിക്കുന്നവരെ ഫോട്ടോഗ്രാഫർ ചെയ്യണമെന്നാണ് മൂപ്പര് പറഞ്ഞു വരുന്നത്. അപ്പൊ ഞാൻ ആളെ പറഞ്ഞ് തിരുത്താൻ പോയിട്ട് കാര്യമില്ല, ഞാനെല്ലാം കേട്ടു നിന്നു. അതായത് ആള് പറയണത് അവിടെ വിളക്ക് കത്തിക്കണം, അല്ലെങ്കിൽ പായ തെക്കോട്ടിടണോ വടക്കോട്ട് ഇടണോ, അല്ലെങ്കിൽ ആര് നിൽക്കണം എങ്ങനെ നിൽക്കണം എന്നൊക്കെ ഇവരാണ് പറയേണ്ടതെന്നാണ് ആളുടെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആളൊരു 40-50 വയസ്സായിട്ട് പറഞ്ഞ പോലെ തന്നെ ആളെ നമ്മൾ തിരുത്താൻ പോയിട്ട് കാര്യമില്ല. അതായത് പണ്ടത്തെ ഫോട്ടോഗ്രാഫേഴ്സ് ഒരു ഈ പറഞ്ഞ കുടുംബത്തിൽ ആരെങ്കിലോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടോ ഒക്കെ ആയിരിക്കും. അവര് ഇതൊക്കെ ചെയ്തത് എന്ന് വെച്ചിട്ട് ഇത് ഫോട്ടോഗ്രാഫേഴ്സിന്റെ ജോബാണ്. ഞാനിപ്പോ റീസെന്റ് ഒരു എക്സ്പീരിയൻസ്, വേറൊരു എക്സ്പീരിയൻസ് കൂടി ഞാൻ പറയാം. അതൊരു കൺസേൺ ആയിട്ടാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ആ കൺസേൺ കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതായത് കെട്ടുന്ന സമയത്ത് ആ വിളക്കിന്റെ അടുത്തിരുന്ന തീപ്പെട്ടി ആ ഫോട്ടോഗ്രാഫർ ശ്രദ്ധിച്ചില്ലായിരുന്നു. ആ ഫോട്ടോഗ്രാഫർ ആ തീപ്പെട്ടി എടുത്ത് മാറ്റേണ്ടതല്ലേ എന്നാണ് ചോദ്യം. അതായത് കെട്ട് നടക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോ എടുത്തപ്പോൾ ആ വിളക്കിന്റെ സൈഡിൽ ഒരു തീപ്പെട്ടി ഇരുന്നായിരുന്നു. ആ തീപ്പെട്ടി എടുത്തിട്ട് മാറ്റേണ്ട റെസ്പോൺസിബിലിറ്റി ആ ഫോട്ടോഗ്രാഫറിന് ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് എനിക്ക് എങ്ങനെ മറുപടി പറയണ്ടതെന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം ആ ഫോട്ടോഗ്രാഫർ ആ സമയത്ത് കെട്ടിടക്കുന്ന സമയത്ത് ആ ഇവന്റിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അത് അവിടെ ഇരുന്ന് തീപ്പെട്ടിക്കാണ്? കാരണം അത് ഞാൻ പറഞ്ഞൊരു കാര്യം, ആ പോസ്റ്റ് പ്രൊഡക്ഷനിൽ മാറ്റാം. സൂം ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതായിരിക്കാം, പക്ഷെ അത് വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ മാറ്റാവുന്നേ ഉള്ളൂ. പക്ഷെ സ്റ്റിൽ ആ ഫോട്ടോഗ്രാഫറിന്റെ ജോലിയല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യങ്ങൾ വരുന്നത്. പിന്നെയും ഇപ്പോൾ ക്ലയന്റ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ആ ക്ലയന്റ് തന്നെ പറഞ്ഞു അത് നിങ്ങളുടെ കാര്യങ്ങളല്ല, പക്ഷെ എന്നാലും അതായത് ഫോട്ടോഗ്രാഫർ രാവിലെ തുടങ്ങി വന്നിട്ട് അവിടെ ഇരിപ്പ് തന്നെയായിരുന്നു. പുള്ളി വീടിൻ്റെ ചുറ്റും നടന്ന് അത്യാവശ്യം വേണ്ട ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. ഞാനത് തുറന്നു പറഞ്ഞൊരു കാര്യം, നമ്മൾ റിയൽ എസ്റ്റേറ്റിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ് അല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ആ വെഡ്ഡിങ്ങിൻ്റെ മൊമെന്റ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ വെഡ്ഡിങ്ങിൻ്റെ നിങ്ങളുടെ അന്നത്തെ ദിവസം വീട് അലങ്കരിച്ചിട്ടേക്കുന്ന വെഡ്ഡിങ്ങിൻ്റെ ഒരു വീടിൻ്റെ ഫോട്ടോ, അല്ലാതെ വീടിൻ്റെ ചുറ്റിനും നടന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പം അത് ഞാൻ തുറന്ന് പറഞ്ഞൊരു കാര്യമാണ്. അല്ല, നമുക്ക് ചിലപ്പോഴൊക്കെ പറയേണ്ടി വരും. അതെ, നമ്മളോട് പറയിപ്പിക്കും. അത് പലപ്പോഴും പല കേസുകളുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ പേയ്മെന്റിന്റെ കേസ്. അല്ല, ഇത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത്. കാരണം ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ നാട്ടിലെ ഇരിഞ്ഞാലക്കുട ഭാഗത്ത് ഞാൻ ഇപ്പോഴും ഈ അടുത്ത് വരെ എനിക്ക് എന്നെ വിളിച്ചപ്പോൾ ഉള്ളൊരു കാര്യം, അതായത് നിങ്ങൾ വരുമ്പോൾ ജനറേറ്റർ കൊണ്ടുവരില്ലേ? അത് കാരണം എൻ്റെ നാട് തൃശ്ശൂരാണ്, അപ്പോൾ ഇരിഞ്ഞാലക്കുട അടുത്താണ്. അപ്പോൾ എനിക്കത് മനസ്സിലാക്കുന്നുള്ളൂ. കാരണം പണ്ട് കാലത്തെ ഫോട്ടോഗ്രാഫേഴ്സ് അത് ജനറേറ്റർ ഉള്ള അവിടുന്ന് റെന്റിനെടുത്ത് ഇതേപോലെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചപ്പോൾ ഒരു ഇവന്റ് നടക്കുമ്പോൾ അവിടെ ബേസിക്കലി വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് നമുക്കറിയാം. അത് ഫോട്ടോഗ്രാഫേഴ്സ് കൊണ്ടുവരില്ല അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിന് പ്രൊവൈഡ് ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മളത് ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആഡ് കൊടുക്കുമ്പോൾ നമ്മളെ ഫിൽട്ടർ ചെയ്തിട്ട് ഒഴിവാക്കുന്നതിന്റെ കാരണം ഇതാണ്, ബഡ്ജറ്റ് കൂടി. അതെ, നിങ്ങൾ എന്തിനാ അതെല്ലാം കൂടി തരുന്നേ? നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതായത് ഞാനൊരു സ്റ്റേജ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു എൻട്രൻസ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു പാത്ത് ഡെക്കോർ കൊടുത്തു. ഇതൊക്കെ കൊടുത്തതിനൊപ്പം ഞാൻ ചിലപ്പോൾ ഫേസ് ലൈറ്റ് ആഡ് ചെയ്യും. ഞാൻ എല്ലാ കൊട്ടേഷനിലും ഫേസ് ലൈറ്റ് ആഡ് ചെയ്യും. അതുപോലെ ഞാൻ ജനറേറ്റർ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം കൊടുക്കാറുണ്ട്. ഇതൊക്കെ ബേസിക്കലി വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ കൊടുക്കുമ്പോൾ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, അതൊക്കെ അവിടെ ഉണ്ടാവും. ജനറേറ്റർ നമുക്ക് ഹോളിൽ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അതിന്റെ തലേദിവസമോ അതിന്റെ തലേദിവസമോ അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ തരില്ല കേട്ടാ എന്നുള്ളത് അവർ പറയും, വളരെ ക്ലിയർ ആയിട്ട് പറയും. തരില്ലല്ലോ, കാരണം അങ്ങനെ ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ആരും ഫേസ് ലൈറ്റ് കൊണ്ടുവരില്ല. ഇപ്പോൾ നമ്മളോട് വളരെ ക്ലിയർ ആയിട്ട് പറയും ഇന്നതാണ് വേണ്ടത്. ഇപ്പോൾ
നിങ്ങളുടെ സൈഡിൽ നിന്നാണെങ്കിൽ ഇന്ന ടൈപ്പ് ആണോ വേണം, കോപ്പ് 64 ആണോ അല്ലെങ്കിൽ പാറസ് ആണോ, ഇതൊക്കെ ക്ലിയർ ആയിട്ടുള്ള സാധനം നമുക്ക് ഒരു എനിക്കിപ്പോൾ റീസെന്റ് വേറൊരു ഇതും കൂടി ഞാൻ പറയാനുള്ളത്, അതായത് നിങ്ങളിപ്പോൾ ഈ ഫേസ് ലൈറ്റ് കൊണ്ടുവരുന്ന ഒരു സംഭവം പറഞ്ഞത്, ഞാൻ എല്ലാ ക്ലയൻസിനോടും കൂടി പറയുന്ന ഒരു കാര്യം, നമ്മൾ ഈ സ്റ്റേജ് ഇത്ര ഭംഗിയായിട്ട് ചെയ്തിട്ട് പണ്ടൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ വെക്കുന്നുണ്ടായിരുന്നു, ഒരു അംബർല ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ലൈറ്റ് അപ്പ് ചെയ്ത് വെക്കും, ഇല്ലാന്നല്ല. ഇപ്പൊ ഫോട്ടോഗ്രാഫേഴ്സ് അത് കൊണ്ടുവരാൻ റെസ്പോൺസിബിളുമാണ്. പക്ഷെ നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് ഇപ്പൊ നിങ്ങൾ ഒരു ഡെക്കോറൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഒരു സ്റ്റേജ് ചെയ്തിട്ട് അതിന്റെ ഫ്രണ്ടില് ഫുൾ അംബർലയും ലൈറ്റും സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു ആർട്ടിന്റെ ഭംഗിയല്ലേ അവിടെ പോകുന്നത്. സത്യം. ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങൾ ഫേസ് ലൈറ്റ് വെച്ചതിന്റെ പുറമെ പലരും കൊണ്ടുവയ്ക്കും. അത് ഒരു ബേസിക് ആയിട്ട് കണ്ടാൽ മനസ്സിലാവും ആ ലൈറ്റ് ഉണ്ടെന്നുള്ളത് ഫോട്ടോഗ്രാഫേഴ്സ് മനസ്സിലാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു ബീച്ച് വെഡിങ് ഉണ്ടായിരുന്നു. അവിടെ ഇതേപോലെ തന്നെ ഞങ്ങൾ ഫേസ് ലൈറ്റ് വെച്ച് വളരെ ക്ലീൻ ആയിട്ടുള്ള പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. അത് നോർമൽ ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. അത് അവരെ ഫ്രെയിമിൽ വരില്ല, ഫേസ് ലൈറ്റ് ഫ്രെയിമിൽ വരില്ല, അതിന്റെ സ്റ്റാൻഡ് വരില്ല, ഒന്നും വരില്ല. അത് ചെയ്ത് വെച്ചിട്ടും ഇവൻ ആള് വന്നിട്ട് കുട വയ്ക്കുക, അത് ബീച്ചിലാണ് കുട വയ്ക്കണേ, ഒരു അമ്പർല സെറ്റ് ചെയ്ത് ആള് വെക്കുകയാണ്. ഞാൻ പറഞ്ഞു ബ്രോ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കാറ്റുണ്ട്, ഈ സാധനം വീഴും, ഇരിക്കില്ല. പിന്നെ മാത്രമല്ല നമുക്ക് ഇത് എന്തായാലും ഫ്രെയിമിൽ വരുന്നത്, അല്ലെങ്കിൽ രണ്ട് ബോത്ത് സൈഡ് ടീം ആണെങ്കിൽ കുഴപ്പമില്ല, 2 എണ്ണം വരുള്ളൂ. അതല്ല സിംഗിൾ സൈഡ് 2 ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ 4 കുട വരുള്ളൂ. എല്ലാവരും കൊണ്ടുവന്നു കഴിഞ്ഞു, വ്യൂ കട്ടാക്കാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചതിന്റെ ആവശ്യമുണ്ടോ? ഇത് അസിസ്റ്റന്റ് ആണ് വെക്കുന്നത്, അവന് ഇതിന്റെ നോളജ് ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് പറയേണ്ടത് മെയിൻ ഫോട്ടോഗ്രാഫറുടെ കടമയാണ്. അത് അവൻ ഫസ്റ്റ് വന്നൊരു സിറ്റുവേഷൻ കണ്ട അതിനനുസരിച്ച് അവന് ഒരു കോർഡിനേറ്റ് ചെയ്യണ്ടല്ലേ, അതാള് കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കൂടുതലും ഇവരെ ട്രെയിൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാം കൊണ്ടുവയ്ക്കുക. ഒരു സ്റ്റേജ് കണ്ടാൽ അവിടെ നമ്മൾ ലൈറ്റ് വെച്ചോണം എന്നാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഒരു സീനിയർ ഫോട്ടോഗ്രാഫർ അഡ്വൈസ് ചെയ്ത് അല്ലെങ്കിൽ ലൈറ്റ് കണ്ട് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് അത്. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അത് നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് ലൈറ്റ് വെക്കുമ്പോൾ ആ ശരിക്കും പറഞ്ഞാൽ ദൂരത്ത് നോക്കുമ്പോൾ ആ സ്റ്റേജിന്റെ അല്ലെങ്കിൽ ആ ആർട്ട് വർക്കിന്റെ ഭംഗി കംപ്ലീറ്റ് കളയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഫേസ് ലൈറ്റ് കഴിയുന്നതും ഇപ്പോ എനിക്ക് തോന്നുന്നു എല്ലാ ഇവന്റ് മാനേജ്മെന്റ് ടീമും ഇപ്പോ വെക്കുന്നുണ്ട്, ഫേസ് ലൈറ്റ് ഓൾറെഡി വെക്കുന്നുണ്ട്. എന്നാൽ പോലും ചിലപ്പോൾ ചോദിക്കുന്നവരുണ്ട്, അതായത് നിങ്ങൾ ലൈറ്റ് കൊണ്ടുവന്നില്ലേ, അത് ക്ലയന്റ് ആണ് ചോദിക്കണത്. അതെന്തുകൊണ്ടാ അവിടെ സാധനം കാണാണ്ടാവുമ്പോ അവര് ചോദിക്കണ നിങ്ങൾ ലൈറ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ. കാരണം ഇവരും കണ്ടു പഠിച്ചിട്ടുള്ള ഈ ഒരു സാധനമാണ്. വെഡിങ് ആണെങ്കിൽ ഇവന്റ് ആണെങ്കിൽ ഇവിടെ 2 അമ്പർലയും സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം വേണം. നമ്മളിത് കൊടുക്കുമ്പോഴും നമ്മളിത് ഫസ്റ്റ് ഫിൽറ്റർ ചെയ്യുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ജനറേറ്റർ, ഫേസ് ലൈറ്റ്, ഒരു കൊട്ടേഷൻ കൊടുത്ത് വേണ്ട എലമെന്റ്സ്. വലിയ എമൗണ്ട് ചേഞ്ച് വരില്ല എന്ന് തോന്നുന്നു. ശരി, അതായത് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഫേസ് ലൈറ്റുകൾക്കൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലാണ്. എന്നാലും പോലും നമ്മൾ ഒരുപാട് വലിയ കോസ്റ്റ് ഒന്നും വരില്ല. മാക്സിമം ഇത്രയും ഭംഗിയായിട്ട് നിങ്ങൾ സ്റ്റേജ് ചെയ്ത് വെച്ചാൽ അതിന്റെ ഒരു ഭംഗി എടുത്ത് ദൂരത്തുനിന്ന് കാണുമ്പോ ഇത് വേണ്ടേ. അത് ഈ പറഞ്ഞ പോലെ കുറെ അംബ്രലാസും അല്ലെങ്കിൽ സ്റ്റാൻഡുകളൊക്കെ വെച്ച് അത് വൃത്തിയിടാക്കണം, നല്ലത് ഇത് തന്നെയാണല്ലോ. അത് ക്ലയൻസ് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ആക്ച്വലി നമ്മളങ്ങനെ നമുക്കൊരിക്കലും അത് പുള്ളി ഇത് വെക്കേണ്ട കാര്യമല്ലല്ലോ. നമുക്കത് കൊടുക്കാൻ ഓപ്ഷൻ കൊടുക്കുന്നത് വേണം എന്നുള്ളത് കുറയാം. അത് വേണോ വേണ്ടേന്ന് ഫൈനലി സോർട്ട് ചെയ്യേണ്ട അവർ തന്നെയാണ്. നമ്മളത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും, അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ളത് പറയും. പിന്നെയും അത് മനസ്സിലാക്കാത്തവരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് അന്ന് ചോദിക്കും ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഈവനിങ്, ഏത് നമുക്കത് ഫേസ് ലൈറ്റ് വേണം കേട്ടോ, അല്ലെങ്കിൽ അത് കൊണ്ടുവന്നില്ലേ, എന്താ ലൈറ്റ് കൊണ്ടുവരുന്നത്. നമ്മൾ ചിലപ്പോ ബ്രൈഡിനോടോ സംസാരിച്ചിട്ടുണ്ടാവാം, അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വേറെ ആരും ചോദിക്കുക, എന്ത് നിങ്ങൾ വെക്കായിരുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ചോദിച്ചത് നമുക്ക് അതൊന്നും ഉണ്ടാവില്ല, ഫിൽറ്റർ ചെയ്ത് ഒന്നും ഉണ്ടാവില്ല. പിന്നെ കൊട്ടേഷൻ ഫിൽറ്റർ ചെയ്തതിന്റെ ഓൾറെഡി നമ്മുടെ ഇതിലേക്ക് എടുക്കുന്നതുകൊണ്ട് ആദ്യത്തെ കൊട്ടേഷൻ ഉണ്ടായിരുന്നു, മോളാണ് അല്ലെങ്കിൽ മോനാണ് ഇത് സോർട്ട് ചെയ്തത് എന്ന് പറയാം നമുക്ക്. പക്ഷെ ഇതൊക്കെ രണ്ടാമത് നമ്മൾ സംസാരിച്ച് ആക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ പലപ്പോഴും നിങ്ങളുടെ ഒരു ജോലി, ഞാൻ ആദ്യകാലങ്ങളിൽ ഞാൻ എക്സ്പോസിങ്ങിന് പോയിക്കൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇവൻസിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്ന സമയത്തുണ്ട്, തുടങ്ങുന്ന സമയത്ത് ഇവൻസിൻ്റെ ഫോട്ടോസ് എടുത്തു കൊടുക്കുക എന്നുള്ളൊരു ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ആ സമയത്ത് അന്നേ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കാരണം ഇവൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ചില സമയത്ത് മഴക്കാലം നടക്കുന്ന സമയത്ത് വരെ ചിലപ്പോൾ ഔട്ട്ഡോർ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് പറഞ്ഞാൽ ഔട്ട്ഡോറിലായിരിക്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സമയത്ത് വെതർ കംപ്ലീറ്റ് മാറി ആ മഴ തുടങ്ങുന്ന സമയങ്ങളിൽ ഇങ്ങനത്തെ കുറേ ഒരു വലിയ ടാസ്കിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ലേ. അത് ക്ലയൻറ്റ് പറഞ്ഞിട്ടാണെങ്കിൽ പോലും ക്ലയൻറ്റ് മിക്കപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് ഔട്ട്ഡോർ മതി, പക്ഷെ നമ്മളത് സജസ്റ്റ് ചെയ്യും, റിസ്ക് ആണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ഓക്കെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് വെച്ചിട്ട് പോയിട്ട് അത് നേരെ തിരിഞ്ഞപ്പോൾ ഉള്ളൊരു
അത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ബീച്ച് വെഡ്ഡിങ്സിൽ നമുക്ക് ഞങ്ങൾ കൂടുതലും ബീച്ച് വെഡ്ഡിങ്സ് ആണല്ലോ ചെയ്തിട്ടുള്ളത്. ആ. ഒരു സമയത്ത് ആക്ച്വലി കംപ്ലീറ്റ് ബീച്ച് വെഡ്ഡിങ്സ് എൻക്വയറീസ് തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഈ മഴ സമയം ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ ആയിട്ട് ബീച്ച് വെഡ്ഡിങ് വേണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. എന്നാൽ ഒരുപാട് ബഡ്ജറ്റിലേക്ക് പോകാൻ പറ്റില്ല. ഈ രണ്ട് സംഭവങ്ങൾ ഒരുമിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് നമ്മളിപ്പോ ഹൃദയം സിനിമയുടെ എഫക്ട് കുറെ പിന്നെ ഹൃദയം സിനിമ വന്നതിന് ശേഷം നമുക്ക് കസ്റ്റമർ തന്നെ പറയും ഒന്ന് നടന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അതാണെന്നുള്ള നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഉണ്ടായിട്ടുണ്ട്. അപ്പോ അല്ലാത്ത കേസുകൾ എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഒരു കൺസിഡർ ചെയ്യുന്ന വലിയ സംഭവമാണെങ്കിൽ പിന്നെ നമുക്ക് ചെറിയ ചെറിയ ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിന്റെ ഓവറോൾ ഭംഗി കളയാണ്. നമ്മളൊരു ഔട്ട്ഡോർ വെഡിങ് സെറ്റപ്പ് ചെയ്തിട്ട് അതിന്റെ മേലൊരു ടെന്റോ കാര്യങ്ങളോ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു 100% ഔട്ട് കിട്ടില്ല ഒരിക്കലും. പിന്നെ അതിന്റെ നെക്സ്റ്റ് ലെവലിലുള്ള ഒരു സംഭവങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ജർമ്മൻ സ്ട്രക്ചറോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ വലിയ ബാധിക്കാത്ത നമ്മുടെ ഡെക്കോറിനെയോ നമ്മളെ അറേഞ്ച്മെന്റ്സിനെയോ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാനോ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാവണം ക്ലയന്റിന്. ഓക്കെ. ഈ ജർമ്മൻ ഇത് ചെയ്യുന്ന അത് ശരിക്കും പറഞ്ഞാൽ നല്ല കോസ്റ്റ് വരുന്ന ഓൾമോസ്റ്റ് 30-35 റുപ്പീസ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഡിഫോൾട്ട് സൈസ് അതിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ഉണ്ട്. ആ ഡിഫോൾട്ട് വിഡ്ത്ത് ഇപ്പോൾ ഒരു 50 ആണെങ്കിൽ അല്ലെങ്കിൽ 40 ഇപ്പോൾ 30 വരെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ആ ഒരു 50 ആയിരുന്നു മോസ്റ്റ്ലി എല്ലാവരും എടുത്തിരുന്നത്. ആ ഒരു 50/100 എന്ന് പറയുമ്പോൾ 5,000 ആയി. 5,000 into 30 or 35 വന്നു കഴിഞ്ഞാൽ എമൗണ്ട് ആയല്ലോ, വലിയൊരു എമൗണ്ടിലേക്ക് പോയത്. അത് എടുക്കാൻ പറ്റുന്ന ആൾക്കാരാവണം. അതൊരു പ്രീമിയം സെഗ്മെന്റ് ആണ്. അല്ലെങ്കിൽ അത് എന്താ വെച്ചാൽ അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇൻഡോർ പോലെ നമുക്ക് അത് രണ്ട് രീതിയിലുണ്ട്. നമുക്ക് ട്രാൻസ്പെറന്റും വരുന്നുണ്ട്, അതിന്റെ വൈറ്റ് ഷീറ്റ് വരുന്നുണ്ട്. രണ്ട് ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഔട്ട്ഡോർ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്കത് ട്രാൻസ്പെറന്റ് ഇടാം. നേരെ നോർമൽ ആംബിയൻസ് ഉള്ള സ്ഥലമാണെങ്കിൽ അത് വൈറ്റ് ഇടാൻ നന്നാവും. കാരണം ബാക്കിയുള്ള വ്യൂസിനെ കട്ട് ചെയ്യാന്നുള്ളത് ആ വൈറ്റിൽ കവർ ചെയ്ത് പോവുകയും ചെയ്യും. ഓവറോൾ ഒരു ആംബിയൻസ് അതിൽ കിട്ടുകയും ചെയ്യും. അത് ആ ഒരു കോസ്റ്റ് ഏറ്റെടുക്കാൻ പറ്റുന്ന ആൾക്കാരാവണം. അതും ഒരു സമയപരിധി വേണം. നമുക്കത് സഡനായിട്ട് അങ്ങനെ പോയി ഇടാൻ പറ്റുന്ന സംഭവമല്ല. ഇന്ന് വിളിച്ചു പറഞ്ഞത് നമുക്കത് പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് ഏകദേശം ബുക്കിംഗ് ഒക്കെ എത്ര നാൾ മുന്നേ വരെ ഏത് ബുക്കിംഗ് എടുക്കും? നമ്മളെ സംബന്ധിച്ച് ഒരു തിരക്കില്ലാത്ത സംഭവം ഓഫ് സീസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് 2 weeks മുമ്പൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് വെഡിങ്സ് ഒക്കെ ഒരുമിച്ച് എടുക്കാറുണ്ട്. എങ്ങനെ 2 വെഡിങ്സ് നമുക്കൊരു 4 വരെയൊക്കെ മാക്സിമം പോവാം. 4 കുഴപ്പമില്ലാണ്ട് പോവാം. നമ്മൾക്ക് അതിൽ എൻഗേജ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇത് ആക്ച്വലി ഒരു ബിസിനസിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. ബിസിനസ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, കസ്റ്റമർ അല്ല, മെയിൻലി ഞാൻ നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം. നമ്മൾ ചെയ്യുന്നൊരു സാധനം നമ്മൾക്കത് ഇപ്പൊ ചിലപ്പോ നമ്മൾ ചെയ്ത സംഭവങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയാലും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവും. കൂടുതലും അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് പോകാറുണ്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം, ഒരു സിഗ്നേച്ചർ കൊണ്ടുവരണല്ലോ. അതിനെ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 8 വർഷം ഗൾഫിലുണ്ടായിരുന്ന ആളാ. സഡനായിട്ട് ഞാനത് റിസൈൻ ചെയ്ത് ഞാൻ പോരുന്നതിന്റെ ഒരു കാരണം എനിക്ക് പറ്റുന്ന പണിയതല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ്. അത് ഒരു സഡൻ ഒരു സിറ്റുവേഷനിൽ ഞാൻ തീരുമാനിച്ചു, ഇവിടെ പോകുന്നു, ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തു, വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. സത്യം പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് ഞാൻ ആ എടുത്തൊരു തീരുമാനം വളരെ നല്ലൊരു തീരുമാനമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ആളാണ്. കാരണം എനിക്ക് അവിടെ നിന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കൂടിയാണ്. സാറ്റിസ്ഫാക്ഷനും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാം കൊണ്ടും ഞാൻ സേഫ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര നാളുണ്ടാവും എന്നുള്ളത് അത് നെക്സ്റ്റ് ആണ്, ബിസിനസ് ആണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഈ രാവിലെ 9 മണിക്ക് പോയി 5 മണിക്ക് വരുന്ന ഒരു ക്ലീഷേ പരിപാടിയോട് താല്പര്യമില്ല. നമ്മളെ ഈ ഇവന്റിനെ സംബന്ധിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉറക്കുണ്ടാവില്ല, ഊണുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള സമയം നമുക്ക് ഫ്രീ ഓഫ് കോഴ്സ് റെസ്റ്റ് ആണ്. അപ്പോൾ അതിലൊരു രസം കണ്ടെത്തണം, നല്ല കാര്യമുള്ളൂ. ഈ ഓരോ വെഡിങ്സിന് ചിലപ്പോ എന്തെങ്കിലും പുതുതായിട്ട് അത് ഒബ്വിയസ്ലി ഇപ്പൊ ഏതിനറിയുന്ന പോലെ തന്നെ നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഒരു സാധനം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വെഡിങ്ങിന് കണ്ട അതേ ഡെക്കോർ തന്നെ നമ്മൾ അവിടെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇത് ചെയ്യണമെന്നുണ്ട്, പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള ഒരു ക്ലയന്റ്, അതേപോലെ ഒരു ക്ലയന്റ് വരണം, അതേപോലെ ഒരു ബഡ്ജറ്റ് അതിനകത്ത് ഇൻവോൾവ് ആവണം. അപ്പം ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇതേ ഈ സെയിം സാധനം തന്നെ ബോറടിച്ചു തുടങ്ങി, എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫയർ. അതെന്താ വെച്ചാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത് ഈ ബീച്ച് വെഡിങ്സ് ഉണ്ടല്ലോ. ഈ ബീച്ച് വെഡിങ്സ് വരുന്ന സമയത്ത് നമുക്ക് ബീച്ച് വെഡിങ്സ് വേണം എന്നാൽ ഒരുപാട് ബഡ്ജറ്റിലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു
വർക്കുകൾ റിപ്പീറ്റേഷൻ കുറവാണ്, മാക്സിമം 1-2-3 കേസുകൾ. അതിപ്പോൾ ഈവൻ എന്നെ സംബന്ധിച്ചൊരു വർക്ക് ചെയ്താൽ നമുക്കത് പ്രൊഫൈലിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കുകളാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അത് ഒരെണ്ണം അപ്ലോഡ് ചെയ്തു, ഇത് തന്നെയാണ് നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകരുതല്ലോ. നമ്മൾക്കും വർക്കുകളിൽ നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങൾ ആഡ് ചെയ്യണം. ഇപ്പൊ ബീച്ച് വെഡിങ് എന്ന് പറഞ്ഞ സാധനമാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ബീച്ച് വെഡിങ് ആണ്. അപ്പൊ അവിടെ നമുക്ക് ഒരു പരിധി വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ നമുക്കത് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ബഡ്ജറ്റ് വരണം. അങ്ങനെയുള്ള ക്ലയൻസ് ഉണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഓൾമോസ്റ്റ് ഞാൻ ഒരു ബീച്ച് വെഡിങ്സ് കവർ ചെയ്ത് പോയിട്ട് ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ബഡ്ജറ്റ് പ്രശ്നം ചെയ്തു നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ, നമുക്കൊരു സ്പേസ് തരാണെങ്കിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അതല്ല നമുക്ക് ഇതെല്ലാം വേണം താനും, അല്ലെങ്കിൽ ഇത്രയും ബഡ്ജറ്റ് ഉള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ റെസ്ട്രിക്ഷൻസ് വന്നു. അതെ, ഭയങ്കര റെസ്ട്രിക്ഷൻസ് വന്നു. സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലീഷേ തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് അതിലൊന്നും നമ്മൾക്ക് പ്രത്യേകിച്ചായിട്ട് നമ്മളുടേതായിട്ട് ഇൻപുട്ട് ഇടേണ്ടി വരുന്നില്ല. നിലവിലുള്ള എന്തെങ്കിലും ഒരു സെറ്റപ്പ് നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെ ആയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹാപ്പിയാണ്, റിപ്പീറ്റഡ് സംഭവങ്ങളായിരിക്കും. അതെന്താ വെച്ചാൽ ഈ ബീച്ച് വെഡിങ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു 1000 പേരെ വെച്ച് കല്യാണം നടത്തി, അല്ലെങ്കിൽ 500 ആളെ വെച്ച് കല്യാണം നടത്തി കഴിഞ്ഞാൽ അതിലെനിക്ക് ഒരു 90-95% ആൾക്കാർ ബീച്ച് വെഡിങ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഇപ്പൊ വരുന്ന ഗസ്റ്റുകളിൽ ഒരു 95% ആൾക്കാരും ബീച്ച് വെഡിങ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അവരെ സംബന്ധിച്ച് വണ്ടറാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ. കാരണം ഇതിന്റെ ഒരു വർക്ക് ഞാനും കവർ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അവിടെ വന്നപ്പോ കണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റുകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ ഇരുന്ന്, അല്ലെങ്കിൽ അവര് അങ്ങനെ കുറച്ച് ഫാമിലി ആയിട്ട് ഒരു ഗെറ്റ് ടുഗദർ എൻജോയ് ചെയ്തിട്ട്. അല്ല, എന്റെ നമ്മളിപ്പോ ബീച്ച് വെഡിങ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആൾക്കാർ ഗസ്റ്റ് കൂടുതൽ കൺസേൺ ആവുന്ന ഒരു സംഭവം ഉണ്ട്. അവർക്കൊരു സീറ്റിംഗ് കപ്പാസിറ്റി വേണ്ടേ, കാരണം ഓപ്പൺ സ്പേസ് ആണല്ലോ. ഓപ്പൺ സ്പേസ് നമുക്ക് ഇൻഡോർ സ്പേസിൽ ഒരു നല്ല ഓഡിറ്റോറിയം ഹയർ ചെയ്യണമെങ്കിൽ 500-1000 ഒക്കെ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ 1000 പേർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി വേണ്ടേന്ന് പറഞ്ഞൊരു കൺസേൺ ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഗസ്റ്റ് ഒരിക്കലും ഇവിടെ വന്നിരുന്ന് നിങ്ങളെ ഫുൾ ടൈം ത്രൂ ഔട്ട് കാണില്ല. അവര് വന്ന് ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻട്രോ അല്ലെങ്കിൽ ഒരു കേക്ക് കട്ടിങ്ങോ അല്ലെങ്കിൽ എന്താണ് ആ ഫംഗ്ഷൻ സെറിമണി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടേതായിട്ടുള്ള ഒരു ലോകത്തേക്ക് മാറുകയാണ്. അതായത് ഇപ്പൊ ബീച്ച് ആണെങ്കിൽ ബീച്ചിൽ ഒരു സൈഡിൽ പോയിട്ട് എവിടെയെങ്കിലും ഫോട്ടോസ് എടുക്കുകയും, പ്രത്യേകിച്ച് നമ്മൾക്ക് ഈവനിങ് ടൈം, അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ട് ഇവിടെ തന്നെ, എല്ലാം കൊണ്ട് ആംബിയൻസ് ഉള്ള ഇരിക്കാൻ സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരു ആസ്വദിക്കുകയാണ് ഫാമിലി ആയിട്ട്. ചിലർ ബീച്ചിൽ ഇറങ്ങി കളിക്കുന്ന ആൾക്കാരായിരിക്കും, ചിലർ വളരെ കാമൻകോറ്റായിട്ട് പാട്ടും കേട്ട് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെ പല പല ആൾക്കാരും പല രീതിയിൽ സ്പ്ലിറ്റ് ആവുക ചെയ്യാം, ഒരു സ്ഥലത്തേക്ക് പോയിന്റ് ആവില്ല. അത് ഇതേപോലെ തന്നെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ 1000 പേരെ നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ 1000 പേര് അറ്റ് എ ടൈം ഉണ്ടാവില്ല. ഇല്ല, അത് എല്ലായിടത്തും ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള തന്നെയാണ് നടക്കുന്നത്. ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഗസ്റ്റുകളാണ് വന്നു പോയിരിക്കുന്നതാണ്. അപ്പം ആ വന്നു പോയിരിക്കുന്നതാണെങ്കിൽ പോലും ആ ക്രൗഡിനെ നമുക്ക് എന്താ പറയാ ഒരു പോയിന്റിലേക്ക് നിൽക്കുമല്ലോ. ഗസ്റ്റ് ഹാപ്പി ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് ഈ കൺസേൺസ് ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കൺസേൺ ആണ്. അതായത് പാരന്റ്സിനെ കൺവിൻസ് ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതായത് ബ്രൈഡ് ആൻഡ് ഗ്രൂമിന് വലിയൊരു ആഗ്രഹമായിരിക്കും, എൻ്റെ ബീച്ച് വെഡിങ്, എനിക്ക് ബീച്ച് വെഡിങ് ആവണം, ഞങ്ങളുടെ വെഡിങ് അങ്ങനെ ആവണം അല്ലെങ്കിൽ എന്നുള്ള സാധനം. അതിലെപ്പോഴും വില്ലനായിട്ട് വരുന്ന ആള് പാരന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റിലേറ്റീവ്സ് ആയിരിക്കും. ഒരുപാട് കൺസേൺസ് പറയും. ഈ പറഞ്ഞ പോലെ കാറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, മണ്ണ് വരും, ആൾക്കാർ നടക്കുമ്പോൾ മണ്ണ് തെറിക്കില്ലേ, ആൾക്കാർ നടക്കുക, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്കിത് പറയാനേ പറ്റൂ. നമ്മളിത് പറഞ്ഞു ഇല്ല, നമ്മളങ്ങനെ അങ്ങനെ ഇത്ര നാളെ ചെയ്തിട്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഓവർകം ചെയ്ത് ആ ഒരു റിസ്ക് എടുത്തിട്ട് നമ്മൾ ആ ബ്രൈഡ് ആൻഡ് ഗ്രൂം ഒരു സംഭവം എടുക്കുന്ന സമയത്ത്, ചേട്ടാ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു സാധനം അവർ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാ. അത് ഈ പറഞ്ഞ എല്ലാ പാരന്റ്സും അവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതെ, അത് ആ ഒരു കഴിഞ്ഞ് കിട്ടണവരെയാണ് ഇവർക്ക് ആ റിസ്ക്. നമ്മൾക്കത് പറയാനേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യും, നമുക്ക് ഏതെങ്കിലും വെഡിങ്സ് വരുന്ന സമയത്ത് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യും എന്ന് പറയും. അപ്പോഴും മിക്കതും എല്ലാവരും പുറത്തായിരിക്കും, ലാസ്റ്റ് മൊമെന്റിലൊക്കെ വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഓക്കെയാണ്. അല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ ഇവരെ അങ്ങോട്ട് ഓവർകം ചെയ്ത് അതിലേക്ക് ഒരു ഡിസിഷനിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം ഈ കംപ്ലീറ്റ് എല്ലാ ഫാമിലിനെയും ഒരേ ചോയ്സിലേക്ക് എത്തിക്കാന്നുള്ളതും ഭയങ്കര ടാസ്ക് തന്നെയാണ്. അതിനകത്ത് നേരെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു റിസ്ക്കാണ്. ശരിയാണ്. അവരത് ഈ പറഞ്ഞ പോലെ പല ക്ലയൻസും അല്ല പല ബ്രൈഡ് ആണെങ്കിലും ഗ്രൂം ആണെങ്കിലും അവരൊരു സ്ട്രോങ് ആയിട്ടുള്ള തോട്ട് പ്രോസസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ക്ലയൻസും ആയിരിക്കും. വേണം. കാരണം നമ്മളും എൻജോയ് ചെയ്യും. അതെ.
അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾക്ക് അവരെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു സാധനത്തിലെ സാറ്റിസ്ഫാക്ഷൻ, അവരെ സാറ്റിസ്ഫാക്ഷൻ കാണുന്ന അവർ നമ്മളോട് ഒരു താങ്ക് യു പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് നമ്മൾക്ക് വേറെയാണ്. ഓക്കെ, അതായത് നമ്മളൊരു സാധനം ചെയ്തു, നമ്മൾ ചെയ്ത വർക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു എഫേർട്ടിന് നമ്മൾക്ക് ഇതിന്റെ പേയ്മെന്റ് കിട്ടുന്നതിന് പുറമെ നമ്മളോട് തിരിച്ചു പറയുന്ന ഒരു താങ്ക്സ് അല്ലെങ്കിൽ ആ ഒരു അത് കൺവേ ചെയ്യുന്ന ഒരു അപ്രീസിയേഷൻ വലിയൊരു സംഭവമാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. അതില്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അത്ര നന്നായി വർക്ക് ചെയ്താലും കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെയാണ്. ഓക്കെ, ഒരു അതിൽ status കുറ്റങ്ങൾ ആണ്. പറഞ്ഞിട്ട് അല്ലെങ്കിൽ വളരെ നന്നായിട്ടുള്ള വർക്കുകളാണെങ്കിൽ കുറ്റങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ടല്ലോ. നന്നായിട്ടുണ്ടെങ്കിൽ പോലും അത് പോലും തുറന്നു അതെ പറയില്ല. അതെ അതെ കാരണം അങ്ങനെയുണ്ട്. ഗൈസ് എപ്പോഴും ഒരു എല്ലാ ക്ലയൻസിനോടും പറയുന്ന ഒരു കാര്യം കേട്ടോ. കാരണം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെ. നമുക്കും അതൊരു അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യാം. നല്ലൊരു ഫീഡ്ബാക്ക് ആണ്. നല്ലത് ഉം. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതെ അതെ. അത് നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് പറയണം. ഉം. വെരി അല്ല, ഇമ്പോർട്ടൻറ്റ്. അതിലിപ്പോൾ നമ്മൾ കാണാത്ത ചിലപ്പോൾ നെഗറ്റീവ്സ് അവർ കണ്ടിട്ടുണ്ടായിരിക്കാം. അതെ, അതും നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്കത് നെക്സ്റ്റ് വർക്കിന് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. കവറപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളുടെ കണ്ണിൽ കാണാത്ത എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള സംഭവം, ഇപ്പം എൻ്റെ അടുത്തൊരു സംഭവം അല്ല, അത് ഉണ്ടായിട്ടുണ്ട്. അതൊരു കംപ്ലൈന്റ് ആയിട്ട് പിന്നെ വേറൊരു ഇതിലേക്ക് പോകണം പോകുന്നതിനും എന്നുള്ളത് നല്ലത് നമ്മുടെ പറയുന്നതാണ്. അടുത്ത് തന്നെ യദു അല്ലെങ്കിൽ ഇന്ന സംഭവം അത് ചെയ്യായിരുന്നു കേട്ടോ, അത് അതെ അതെ. മിസ് ഔട്ട് ആയിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് അത് പറയുകയാണെങ്കിൽ അസെറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കും ഡെവലപ്പ് ചെയ്യാൻ അതെ പറ്റുള്ളൂ. അതെ. അത് ഇപ്പോൾ എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്, അതങ്ങനെ പറയുന്ന ഉം. ആൾക്കാർ. പിന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ എനിക്ക് കുറച്ചും കൂടി നന്നായി കാണണം തോന്നുന്ന ഒരു സംഭവമുണ്ട്. കൊട്ടേഷൻസ് വരും, എൻക്വയറീസ് വരും, കൊട്ടേഷൻസ് എടുക്കും, ഉം. നമ്മളോട് ഡിസ്കഷൻ ചെയ്ത് കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ കുറേ ഉം. സമയം കളഞ്ഞിട്ട് ഉം. ഒരു കൊട്ടേഷൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഉം. നമ്മൾക്കത് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ടീമിലേക്ക് പോവുകയാണെന്ന് പറയാനുള്ള മര്യാദ, അതെ 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 നമ്മുടെ സമയം അവർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണെങ്കിലും ചിലപ്പോൾ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ ചിലപ്പോൾ ഒരു മാസത്തോളം അങ്ങനെ സംസാരിച്ചിട്ടുള്ള ക്ലയൻസ് ആയിരിക്കാം. അതെ. അവർ നമ്മളുടെ അടുത്ത് നമ്മളെ നിന്ന് എല്ലാ ഐഡിയാസും അല്ലെങ്കിൽ ഉം. നമ്മളെ പോലെ തന്നെ 10 ആൾക്കാരിൽ നിന്ന് ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഇങ്ങനെ ഐഡിയാസ് ഒക്കെ എടുത്ത് വേണ്ടത് മാത്രം അവർ സോർട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ റെസ്പോണ്ട് റെസ്പോണ്ട് ചെയ്യില്ല. നമ്മളൊന്ന് അതെ. അറ്റ്ലീസ്റ്റ് എന്തായി ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു റിപ്ലൈ തരാത്ത ആൾക്കാരുണ്ട് ഒരുപാട്. എനിക്ക് തോന്നുന്നു അതിനൊക്കെ കുറച്ചുകൂടി മാനേഴ്സ് നമ്മുടെ ആൾക്കാർ കാണിക്കണം എന്ന് അതെ തോന്നുന്നു. അതെ കാരണം ആണ്. നമ്മളുടെ സമയം കളഞ്ഞിട്ടാണ് അവരോട് സംസാരിക്കുന്നത്. അത് കാരണം നമ്മളുടെയും കൂടി ഒരു ഡേ എന്നുള്ള രീതിയിൽ, നമ്മളുടെയും കൂടി ഒരു ഇവന്റ് നന്നാവണം എന്നുള്ള നമ്മൾ ആ രീതിയിലാണ് നമ്മൾ ഓരോ ഇൻഫർമേഷൻ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയിരിക്കും അവരോട് സംസാരിക്കുന്നത്. സംസാരിക്കുക. അതെ നമ്മൾ ചിലപ്പോൾ നമ്മളെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മൾ ബിസിനസ് ആണോ അതെ ശരിയാണ്, പക്ഷെ എങ്കിൽ പോലും അത് യെസ് ഓർ നോ പറയാനുള്ളൊരു മാനേഴ്സ് കാണിക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അത് അതെ. അത് അല്ല, മാറണം എന്നുള്ളത്. ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റും ആണ്. കാരണം ഉം. ഞങ്ങൾക്കും ഇതേ അതെ പ്രോസസ്സിലൂടെ ഞങ്ങളും കടന്നു പോകുന്ന അതെ ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും ഒരു കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞ് മണിക്കൂറുകളോളം സംസാരിച്ചതിന് ശേഷം യെസ് അല്ലെങ്കിൽ കൊള്ളാം അല്ലെങ്കിൽ ഞാനത് പ്രൊസീഡ് ചെയ്യാൻ ഓക്കെ ആണ് എന്ന് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അതെ യെസ് ഓർ നോ ആ ഒരു ഒരു ആൻസർ കിട്ടുകയാണെങ്കിൽ നമുക്കും നമുക്കത് ഒരു നമുക്കത് സോർട്ട് ചെയ്തിട്ട് നമുക്ക് അറിയാലോ അറിയാൻ നമുക്ക് പറ്റും. ഉണ്ടോ ആ ഇല്ലേ ഡേറ്റ് അല്ലെങ്കിൽ ഹോൾഡ് എന്താണ്. ചെയ്യണം, നല്ലൊരു ടീമിനെ അതിനകത്ത് അതെ അലോട്ട് ചെയ്ത് ചെയ്യണോ. വെക്കണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് ഇതാണ്. അതെ അതെ. ഈ ലൈസൻസ് എടുക്കാൻ എപ്പോഴെങ്കിലും അതിൻ്റെ ബീച്ച് വെഡിങ് ചെയ്യുന്ന സമയത്ത് ഉം. ലൈസൻസിന് എന്തെങ്കിലും ലൈസൻസ് എടുക്കേണ്ടതുണ്ടോ, അതോ അത് ക്ലയൻസ് ആണോ ആ ലൈസൻസ് എടുത്ത് തരേണ്ടത്? ഞങ്ങൾ ആക്ച്വലി ചെയ്തിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ട്സ് ആയിരിക്കും, ഉം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അവിടെ വെന്യൂസ്, ഐ മീൻ ഒന്ന് രണ്ട് നമ്മളുടെ തൃശ്ശൂർ ബേസ്ഡ് ആയിട്ട് ഒന്ന് രണ്ട് വെന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉം. അവിടെ ചെയ്യുമ്പോൾ നമുക്ക് പഞ്ചായത്ത് ലൈസൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈസൻസിന്റെ ആവശ്യത്തിന് വന്നിട്ടില്ല. നമുക്ക് ഉം. അവിടെ ഒരു ഓഡിറ്റോറിയം ഹയർ ചെയ്യുന്നു, അതിനോട് ക്ലോസ് ആയിട്ടുള്ള സ്പേസിൽ ചെയ്യുന്നു, ഓക്കെ. അങ്ങനെയാണ്. ഉം. ഇപ്പോൾ റിസോർട്ട് ആണെങ്കിലും അതിനോട് ക്ലോസ് ആയിട്ടുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബീച്ച് ആയിരിക്കും, അങ്ങനെ എടുത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ എടുക്കണം. ഇപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെയോ പ്രോപ്പർട്ടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവരെ പെർമിഷൻ എടുത്ത് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന് ഒരു ടൈമും കാര്യങ്ങളും മണി ഓഡിറ്റോറിയത്തിലെ പോലെ തന്നെ ഈ 10 മണി അങ്ങനെ 10 മണി തന്നെയാണ് ഇപ്പോൾ നിലവിൽ എല്ലായിടത്തും ഉള്ളതല്ലേ? പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അഡീഷണൽ ആയിട്ട് പെർമിഷൻസ് ഒന്നും ഇങ്ങനെ എടുക്കേണ്ടി വന്നിട്ടില്ല, അതിനൊരു ഒബ്ജക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ല. അതിനെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അറിയില്ല കേട്ടോ. ഓക്കെ. എന്തെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഇതുവരെ പക്ഷെ അങ്ങനെ ഒരു ഇതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ഇഷ്യൂസ് ഇല്ല. ഉണ്ടായിട്ടില്ല. പക്ഷെ കാരണം ബീച്ച് 10 വെഡിങ്സ് മണിക്ക് നമ്മൾ ഇഷ്ടംപോലെ നടത്തി ഉണ്ട് പോകുന്നുമുണ്ട്. നല്ല ഉണ്ട് സ്മൂത്ത് ആയിട്ട് തന്നെ റൺ കുഴപ്പമില്ല ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. അല്ലേ? അല്ല, ഇപ്പോൾ ഗവൺമെന്റും ബീച്ച് വെഡിങ്സും ഡെസ്റ്റിനേഷൻ വെഡിങ്സിനും ഒരുപാട് സപ്പോർട്ട് തരുന്ന ഒരു സപ്പോർട്ട് സമയമാണല്ലോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ. ഓക്കെ. നമുക്ക് ഗവൺമെന്റ് തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ ഓൾറെഡി ഓപ്പൺ ആയി കഴിഞ്ഞു, ഡെസ്റ്റിനേഷൻ വെഡിങ് പോയിന്റ് ഓപ്പൺ ആയി കഴിഞ്ഞു. ഓക്കെ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും നല്ല രീതിയിൽ ഡെസ്റ്റിനേഷൻ വെഡിങ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോപ്പാണ് കേരള. അതിപ്പോൾ ബീച്ച് എന്നല്ല, ബാക്ക് വാട്ടർ ആവാം, ബീച്ച് ആവാം, ഓക്കെ. ഫോറസ്റ്റ് തീമിൽ ഇപ്പോൾ നെക്സ്റ്റ് ലെവലൊക്കെ എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് തീമൊക്കെ വെഡിങ്സ് വരേണ്ട ഒരു സമയമാണ്. അതെ അതെ അതിനുള്ള അതെ. വെന്യൂസ് ഒക്കെ ഓൾറെഡി ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതായത് ഒരു ഫോറസ്റ്റ് വെഡിങ്സ് ഞാനത് തുടക്കം ചോദിക്കണം എന്ന് ഓർത്തൊരു കാര്യം. അതാണ് ഫോറസ്റ്റ് നെക്സ്റ്റ്. ഇപ്പോൾ വെഡിങ്സ് ബീച്ചൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് ട്രെൻഡ് ഔട്ട് ആയി കഴിഞ്ഞു. ആയി ഇനി തുടങ്ങി. അടുത്തത് ഫോറസ്റ്റ് വെഡിങ് ആണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സാധനമാണ് ഇനി വെരി വരാൻ ഇന്റിമേറ്റ് വെഡിങ്സ് ആയിരിക്കണം അത്. ആയിരിക്കണം. അതെ. അതായത് എല്ലാ ബീച്ച് വെഡിങ്സ് ആണെങ്കിലും സത്യം പറഞ്ഞാൽ എന്റെ പേഴ്സണലി ഉള്ള ഒരു സംഭവം ചോയ്സ് ആണ്. ഇന്റിമേറ്റ് വെഡിങ് ആണ് കേട്ടോ ഞാൻ പ്രിഫർ ചെയ്യുന്നതും, അല്ലെങ്കിൽ നമ്മളത് ആസ്വദിക്കുന്നതും അങ്ങനെയാണ്. ആഫ്റ്റർ കൊറോണ വളരെ ക്ലീൻ പരിപാടീസ് ആയിരുന്നു എല്ലാം. നമ്മൾ എന്താണ് അറേഞ്ച് ചെയ്യുന്നത് ആ അറേഞ്ച്മെന്റ് അവിടെ
ലാസ്റ്റ് വരെ ഉണ്ടായിരിക്കും. നേരെ മറിച്ച് ഒരു ക്രൗഡ് വന്ന് ആകെ ബഹളായി അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവത്തിൽ വർക്ക് നടക്കും, വലിയൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളും നടക്കും. പക്ഷെ ഒരു ഇവന്റ് എന്ന് പറഞ്ഞ ഒരാളെ സംബന്ധിച്ച് കാറ്ററിംഗ് ആൾക്കാർ അവരുടെ ടീമിനാണ് അത് കൂടുതൽ യൂസ്ഫുൾ ആവുക. ക്രൗഡിന് എണ്ണം കൂടുമ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു ആഫ്റ്റർ കൊറോണ ബിഫോർ കൊറോണ അതൊരു ഒരു 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 വര വരയ്ക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ. അതായത് ആഫ്റ്റർ കൊറോണയാണ് ആൾക്കാർ കൂടുതലും ഇന്റിമേറ്റ് വെഡിങ്ങിലേക്കും അതുപോലെ തന്നെ നമ്മളുടെ ഈ പറഞ്ഞ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് ഇവന്റ്സ് ഡെക്കോറിലേക്കും ഇവന്റിലേക്കും പ്രിയോറിറ്റി കൊടുത്തു തുടങ്ങിയത്. കാരണം ക്രൗഡിന്റെ എണ്ണം കുറഞ്ഞു. അവര് ഒരു മൈൻഡിൽ ഇത്ര എമൗണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇത്ര ബഡ്ജറ്റ് എന്റെ ഇവന്റിന് ഉദ്ദേശിച്ചിട്ടുണ്ട്, ടോട്ടൽ എന്റെ ബഡ്ജറ്റ് വെഡിങ്ങിന് ഉദ്ദേശിച്ചിട്ടുണ്ട്, ആ സാധനം ഡെക്കോറിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കോ കൂടുതൽ ഇറങ്ങി തുടങ്ങിയത് അപ്പോഴാണ്. കുറച്ചും കൂടി അവർക്ക് നന്നാക്കി ചെയ്യാൻ ശ്രമിച്ചിരുന്നു. സ്പേസ് ഉണ്ട്. കാരണം നല്ല നല്ല പ്രോപ്പർട്ടീസ് വന്നു തുടങ്ങി. കുറെ വില്ലാസും കുറെ ബീച്ച് വില്ലാസ് ആണെങ്കിലും അല്ലെങ്കിൽ ബാക്ക് വാട്ടർ വില്ലാസിലൊക്കെ നമുക്ക് ചെറിയ ഫംഗ്ഷൻസ് ഒരു 100 ആളുടെ 50 ആളുടെ ഫംഗ്ഷൻസ് ഒക്കെ വളരെ രസമായിട്ട് ചെയ്യാൻ ഞാനത് ആസ്വദിച്ചിരുന്നു നമുക്ക്. പക്ഷെ ഇപ്പൊ വീണ്ടും അഗൈൻ ആ ക്രൗഡിലേക്ക് എത്തി തുടങ്ങി വീണ്ടും. അവർ 2-3 വർഷം ഫോറസ്റ്റ് വെഡിങ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? അങ്ങനെ അതിൽ ഒരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് തൃശ്ശൂരുണ്ട് അല്ലേ? പീച്ചി സൈഡില് ഗവൺമെന്റ് അപ്രൂവൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഓഡിറ്റോറിയം പോലെ തന്നെ ഒരു കോൺസെപ്റ്റിൽ ഒരു റിസോർട്ട് പോലെ തന്നെ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തു. നല്ല പ്രോപ്പർട്ടിയാണ്, പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ള അവര്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റ് വേണമെങ്കിൽ അവരെ ടാഗ് ചെയ്യുകയും ചെയ്യാം. തോട്ടം ചിരിയങ്കണ്ടം ജ്വല്ലറിയുടെ ആണ് ആക്ച്വലി. അവർ തന്നെയാണ് ഒരു തോട്ടം എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടിയാണ്. ശരി, ഞാനത് കണ്ടിട്ടില്ല, പക്ഷെ അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ അവർ സംസാരിച്ചിരുന്നു, കാര്യങ്ങൾ ചെയ്തിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ വീഡിയോയുടെ കൊടുക്കുകയും ചെയ്യാം. അത് അവർ അഡ്വാൻസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണത്. നമ്മുടെ ഇനി നെക്സ്റ്റ് ലെവൽ വരാൻ പോണതിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോണത്. കാരണം ബീച്ച് വെഡിങ് എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടുപഴകിയ ഒരു സാധനമാണ്. പക്ഷെ ബാക്കിയുള്ള ക്രൗഡ്സ് അങ്ങനെയല്ല. ഈ ബാക്ക് വാട്ടർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ആൾക്കാർ ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ നെക്സ്റ്റ് ലെവലിലേക്ക് വരേണ്ട ഒരു സാധനമാണ് അത്. ട്രെൻഡിങ് ആവേണ്ട ഒരു സംഭവമാണത്. ഉണ്ട്. ശരിക്കും ഈ ഫോറസ്റ്റ് വെഡിങ് ഞാൻ ഒരു 4 കൊറോണയ്ക്ക് മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു. അത് വെഡിങ് ആയിട്ടല്ല, ഞാനത് കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അന്ന് കുറേ നമ്മൾ ഈ കൊറോണ സമയത്ത് അല്ലെങ്കിൽ അതിന് മുന്നേ ഞാൻ ഈ പുറത്തെ വെഡിങ്സ് ഒരുപാട് റെഫർ ചെയ്യും. അപ്പോൾ ഞാൻ അന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഈ ഫോറസ്റ്റ് നമ്മുടെ ഇവിടെയൊക്കെ നാട്ടിൽ അങ്ങനെയൊക്കെ വെഡിങ്സ് എപ്പോഴാണ് നടക്കുക എന്നുള്ളത് ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. അന്ന് അങ്ങനെ ഒരു വയനാട് ഒരു വർക്കിന് പോയ സമയത്ത് അവരൊരു പ്രീ വെഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് വെഡിങ് എടുക്കാൻ പോയപ്പോൾ അവരൊരു റിസോർട്ടിലായിരുന്നു അവർ എടുത്ത്. വയനാട് ഒരു വലിയൊരു എത്രയോ ഏക്കർ റിസോർട്ടാണ് അത്. അപ്പോൾ ഞാൻ ആ പുള്ളിയുടെ തന്നെ ചോദിച്ചില്ല. പുള്ളി അതിൻ്റെ പുള്ളിക്കാരുടെ ബ്രദർ ഇതിൻ്റെ നോക്കി നടത്തുന്ന ഒരു മാനേജർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ഒരു വെഡ്ഡിങ്സ് ഒക്കെ ചെയ്തൂടെ, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വെഡ്ഡിങ്സ് ഒക്കെ ചെയ്തൂടെ? അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ പ്ലാൻ ഞങ്ങൾ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ അഭി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു തോട്ട് ഇപ്പോൾ പെട്ടെന്ന് വന്നു. ഇനി അതിൻ്റെ ലൈസൻസോ അങ്ങനെയുള്ള പ്രോസസ്സോ കാര്യങ്ങളോ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ പുള്ളി പറഞ്ഞ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഫോറസ്റ്റ് വെഡിങ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഗസ്റ്റുകൾ പാലിക്കേണ്ട ഒരുപാട് മാന്യതകളുണ്ട്. കാരണം നമ്മൾ പുറമേ പോയി ചെയ്യുന്നൊരു സംഭവം പോലെയല്ല ഫോറസ്റ്റിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ റൂൾസും റെഗുലേഷൻസും വളരെ നല്ല രീതിയിൽ അത് പാലിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്നേക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഫോറസ്റ്റിൽ ചെന്നൊരു നമ്മൾ പുറത്ത് കാണിക്കുന്നൊരു ഇത് ഫോറസ്റ്റിൽ ചെന്ന് കാണിച്ചാൽ ചിലപ്പോൾ കാര്യങ്ങൾ മാറും. അപ്പോൾ ആ ഒരു ഇത് കുറച്ചും കൂടി മാന്യത നമ്മുടെ ഈ ഇതേപോലെ കാണിച്ച് തുടങ്ങുകയാണെങ്കിൽ ഈ ഫോറസ്റ്റ് വെഡിങ്സ് ഒക്കെ കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആയി തുടങ്ങും. കാരണം അതിനെ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങും നമ്മുടെ ഗവൺമെൻറ്. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ടാണല്ലോ. ഈ അന്ന് കണ്ടിട്ട് ഞാനത് കഴിഞ്ഞപ്പം ഞാൻ തിരിച്ചിവിടെ വന്നിട്ട് ഞാനിവിടെ ടീമിൻ്റെ അടുത്തും പറഞ്ഞു, നമുക്കൊരു ഡെക്കോർ ടീമിനെ കൊളാബ് ചെയ്തിട്ട് എല്ലാവരും വെച്ചൊരു കൊളാബറേഷൻ ചെയ്തിട്ട് നമുക്കൊരു ഒരു വളരെ കുറച്ചൊരു മോഡൽസിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് പറഞ്ഞ ഒരു ഫോറസ്റ്റിൽ ഒരു ഷൂട്ട് നടത്താമെന്ന് അന്ന് ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം. പിന്നെ അത് എന്തോ കാരണത്തിൽ അത് മൊത്തം കോർഡിനേറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ നടന്നില്ല. അന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ നിഖിൽ ഫ്രാൻസിസ് പിന്നെ കൊറോണ ആ ടൈമിൽ പിന്നെ കൊറോണ പീക്കായി പോയി. അപ്പോൾ അവർ അതിനകത്ത് കോർഡിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, കൊളാബ് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം നല്ല കോൺസെപ്റ്റ്. ഞാൻ ഫുൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കാര്യങ്ങൾ ഒരു ഔട്ട്ലൈനൊക്കെ കൊടുത്തു. ഡെക്കോർ ആരൊക്കെ ചെയ്യണം, അതായത് മേക്കപ്പ് അങ്ങനെയുള്ള എല്ലാം ബുട്ടീക്സ് കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയതാണ്. പിന്നെ അതെന്തോ നടന്നില്ല. കൊറോണ പീക്കായ സമയത്ത് പിന്നെ അത് നടന്നില്ല. പക്ഷെ നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു ശരി ഫോറസ്റ്റ് വെഡിങ് സംഭവം. അതിനി വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നല്ലേ. വരും. ഇപ്പൊ ഒരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ടല്ലോ നമ്മുടെ പീച്ചിയില് വരുന്നത്. അല്ലേ?
പക്ഷേ ഫോറസ്റ്റിൽ കാണിക്കുന്ന കുറേ മര്യാദകളുണ്ട്. അത് ആക്ച്വലി ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ആണെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഉം. ഓക്കെ, നമ്മൾക്ക് ഈ ഗവൺമെന്റ് ഫോറസ്റ്റ് അതിന് അങ്ങനെ ഒരു ഉള്ളിലേക്ക് വൈൽഡ് ആയിട്ടുള്ള സ്മൂത്തിലേക്ക് പോകുന്നതല്ല. ഉം. ഫോറസ്റ്റ് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന അത് നമ്മൾ ബേസിക് ആംബിയൻസ് അവിടെ ഉണ്ട്. പ്ലസ് നമ്മൾ അതിലേക്കൊന്ന് പിടിച്ചു നോക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മളുടെ പ്രോപ്പർട്ടി ഞാൻ പക്ഷെ പറഞ്ഞില്ലേ, വേറൊരു സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ആ ഇത് വേറൊരു വലിയൊരു നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്ന ആലുക്കാസ്, ജോയാലുക്കാസ് പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ മനസ്സിലൊരു തോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ആദ്യം ചെയ്യുക. ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ പേര് പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് മാറില്ല. അപ്പോൾ അടിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മളത് ചെയ്യുക. പിന്നെ രണ്ടാമത് ചെയ്യണതിൻ്റെ ഇത് പിന്നെ അത് പ്രിയോറിറ്റി ഇല്ല, പ്രയോറിറ്റി കിട്ടില്ല. അത് നമ്മളായിട്ട് ആദ്യം ചെയ്യുകയാണെങ്കിൽ ആ തോട്ട് പ്രോസസ്സ് ഉണ്ടെങ്കിൽ എന്ത് ഇത് വെച്ചാലും നമ്മളത് ചെയ്യുക. 100% അത് ചെയ്ത് സക്സസ് ആവാതിരിക്കുക, അത് നെക്സ്റ്റ് കാര്യങ്ങളാണ്. പക്ഷെ അത് ചെയ്താൽ അത് നിങ്ങളുടെ മേളിലൊരു ഞങ്ങളുടെ ഒരു ടൈം ലൈനിൽ സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ബീച്ച് വെഡിങ് തന്നെയാണ് ഞങ്ങളുടെ നമ്മളെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. നമുക്കൊരു വലപ്പാട് ബീച്ച് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഈ ജീഫറിന്റെ ഒക്കെ നമ്മൾ അവിടെ കാണിച്ചിരുന്നു. പക്ഷെ അത് ഒരു ഹൈ എൻഡ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റില്ല, കാരണം അതൊരു അമ്പലത്തിന്റെ പ്രോപ്പർട്ടിയാണ്. അവർ അന്നദാന ഹാൾ എന്നുള്ളൊരു രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. അവിടെയാണ് ഞാൻ ഈ ഒരു സാധനം. പക്ഷെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തത്, കാരണം ഞാൻ ആദ്യമായിട്ടാട്ടോ അത്രയും ഒരു ചെറിയ ക്രൗഡിനെ വെച്ചിട്ടൊരു വെഡിങ് ചെയ്തത്. ഒന്നാമത്തെ കാര്യം. 2, ബീച്ച് വെഡിങ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. കാരണം ഞാൻ അവിടെ ആൾക്കാരുടെ മുഖത്ത് കണ്ടപ്പോൾ നല്ലൊരു കുറെ സന്തോഷം ഉണ്ടായിരുന്നു ആൾക്കാരുടെ മുഖത്ത്. കാരണം ഈ അടഞ്ഞുകൂടിയൊരു ഇതിൽ നിന്ന് മാറിയിട്ട് വെഡിങ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അവിടെ വന്ന ഓരോ ഗസ്റ്റിനും, മേ ബി അവിടെ വന്ന് തോന്നുന്നു അവർ ഫോറിനേഴ്സ് ആയിരുന്നു, ബ്രൈഡിന്റെ സൈഡ് ഫോറിനേഴ്സ് ആയിരുന്നു. പക്ഷെ അവർക്ക് അത്രയും അവർ നോർമലി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് നല്ലൊരു അനുഭവം പറഞ്ഞത് ശരിക്കും പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. അവർക്ക് ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് കഴിഞ്ഞ് തന്നെ പറയാൻ പറ്റുള്ളൂ. അവരത് അതിൻ്റെ ഒരു നമ്മളോട് എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഫോറസ്റ്റ് വെഡിങ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളെന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിടിച്ച് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അവര് വരുമ്പോ നമ്മള് ബഡ്ജറ്റും കയറ്റാം. അത് കാരണം ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. അപ്പൊ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നുള്ള പേര് വരക്കണം. അതുണ്ട്. നമ്മള് സത്യം പറഞ്ഞാൽ ബീച്ച് വെഡിങ് നിങ്ങൾ പുറത്ത് ചെയ്യോ, നമ്മളെ പേജിൽ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾ ഇൻഡോർ പ്രോഗ്രാംസ് ചെയ്യുമെന്ന് വെച്ചാൽ എൻക്വയറീസ് ഒരുപാടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കും, പറഞ്ഞ മനസ്സിലാക്കണം പണിയാവോ, ബീച്ച് മാത്രം വരുള്ളൂ എന്നുള്ള ഇതിലാവൂല. പിന്നെ എനിക്കിപ്പോ 2-3 സീസണായിട്ട് ഹിന്ദു വെഡിങ്സ് വരുന്നത്. അപ്പൊ എന്തോ നമ്മള് എനിക്ക് ജീഫറിന്റെ ഒക്കെ വർക്കിന് നമ്മൾ ചെറിയ ചെറിയ എലമെന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു, പ്രോപ്പർട്ടീസ് വെച്ചിട്ട്. ആ സംഭവത്തിന് ഹൈപ്പ് കൊടുത്തപ്പോ, അതിന്റെ ഫോട്ടോസും വീഡിയോസും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോ അത് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ, പ്രത്യേകിച്ച് ബ്രൈഡായിരുന്നു. ഈ ബ്രൈഡ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ ഈ പ്രോപ്പർട്ടീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ വെക്കുന്ന ഓരോ സംഭവങ്ങൾക്ക്. അപ്പൊ അതിന് ഭയങ്കരമായിട്ട് നമുക്ക് കുറച്ച് ആക്സിഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം ഒന്ന് ഭയങ്കര ഇന്റിമേറ്റ് വെഡിങ്, പിന്നെ ചെറിയൊരു സ്ഥലത്ത് ഭയങ്കര നല്ല രീതിയിൽ അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. എനിക്കത് ഏറ്റവും വലിയ ജീഫറിന്റെ വെഡിങ് ഔട്ടിന്റെ മാത്രമല്ല, അതിനകത്ത് ഒരു സംഭവം നടന്നത് എനിക്ക് തോന്നുന്നു ഏതോ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, വൈകിട്ടും കണ്ട ഉച്ച കഴിഞ്ഞിട്ട് വന്നതാണ്. വെഡിങ് നടക്കുന്ന സമയത്ത് അത് ജീഫറിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. അതായത് പൂജാരി പറഞ്ഞു ഈ ഇവിടെ വന്നാണ് കെട്ടണ്ടേന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെച്ച് ഞങ്ങളും പറഞ്ഞു അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫ്രെയിം മാറി. അതായത് ഇത് സ്റ്റേജിന്റെ ഒരു മൂല പോയി കെട്ടാന്ന് പറഞ്ഞാൽ പൂജാരി പറഞ്ഞു അവിടെയാണ് കറക്റ്റ് ഇത് ആംഗിളിൽ ഇങ്ങനെ നിന്ന് കെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഫ്രെയിം വെച്ചാൽ ഭയങ്കര പോറും. കാരണം ഇത്രയും നല്ലൊരു ഡെക്കോർ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ അവിടെ നല്ല വെയിലും അടിക്കുന്നു, ആകെ കുളവും. വേറെ എവിടെ കൊണ്ടെന്ന് വെച്ചാൽ ഭയങ്കര പോറും. ഇത്രയും നല്ല ഭംഗിയായിട്ട് ആ മാലയ്ക്ക് മേലെയും തൂക്കിയിട്ടൊക്കെ നേരെ നിൽക്കുന്നൊരു പടം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാവും. ജീഫർ അപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ഇത്രയും പൈസ മുടക്കി ഒരു സ്റ്റേജ് വൃത്തിയായിട്ട് ഇവിടെ ചെയ്ത് എൻ്റെ ഗസ്റ്റുകൾ ഇവിടെ വന്നിരിക്കുന്നു, ഞാൻ ആ മൂലയ്ക്ക് പോയി നിന്ന് കെട്ടണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഈ സ്റ്റേജേ നിങ്ങൾ മാറ്റി വേറെ രീതിയിൽ വെക്കണം എന്ന് പറഞ്ഞു. പൂജാരി എടുത്ത് പറഞ്ഞു നടക്കില്ല, ഞാൻ എങ്ങനെ കെട്ടുള്ളൂ, ഇതുകൊണ്ട് വരാവുന്ന എന്താന്നോട്ടെ, ഞാൻ ഇങ്ങനെ കെട്ടുള്ളൂ പറഞ്ഞു. അതുകൊണ്ട് കറക്റ്റായിട്ട് ഞാൻ ഇരുന്നിട്ട് കെട്ടി. ഞങ്ങളപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൈ അടിച്ചുകൊണ്ട ഒരു സിറ്റുവേഷൻ ആയി പോയി. കാരണം ഇതൊക്കെ വളരെ റയറായിട്ട് ഒരു ക്ലയന്റ് വിളിച്ചു പറയണം. ജീഫറാണ് അവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്തത്. അതെ അമ്മാവനോ അച്ഛനോ ഉണ്ടായിരുന്നില്ല.
അവരൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ജീഫറിന്റെ അച്ഛനാണെങ്കിലും അല്ല പലപ്പോഴും ഈ പെങ്ങന്മാരാണെങ്കിലും. കാരണം ആരെയും മോശമാക്കി പറയണതല്ല, ഉം. പൂജാരിമാരെയോ അല്ലെങ്കിൽ അസ്ട്രോളജിസ്റ്റിനെ മോശമാക്കി പറയുന്ന ഒരു കാര്യമല്ല. കാരണം ഇത്രയും ഭംഗിയായിട്ടൊരു സ്റ്റേജ് വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ട് അതിൻ്റെ ഒരു വേറൊരു സൈഡിൽ പോയി നിന്ന് താലി കെട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതൊരു ഭയങ്കര ഫീസിബിൾ സംഭവമാണെന്നുള്ളത്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ ദിശയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. കംപ്ലീറ്റ് നോക്കി വെച്ചിട്ടുണ്ടാവണം. ഈ ഒരു ആംഗിളിൽ താലി കെട്ടാൻ പാടുള്ളൂ, സ്റ്റേജിൽ സ്റ്റേജൊക്കെ അങ്ങനെ തിരിച്ചും ആ സ്റ്റേജോ അല്ലെങ്കിൽ ഓഡിറ്റോറിയം തന്നെ തിരിച്ചു വെക്കേണ്ട ഒരു ചെയ്യേണ്ട അവസ്ഥയിലൊക്കെയാണ് അവസ്ഥ വരും. പലപ്പോഴും പൂജാരിമാർ ഉം. പറയുന്നത്. അപ്പൊ അതിനകത്തൊന്നും ഒരു പരിധി വരെ കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. കാരണം ഈ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ ഒരു ആംഗിളിൽ കെട്ടിയാലേ ഒരു സക്സസ്ഫുൾ ലൈഫ് സ്റ്റോറി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നിന്നിട്ട് കെട്ടിയാലേ ഇവര് നല്ല രീതിയിൽ ജീവിക്കുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും എനിക്ക് ഞങ്ങൾക്ക് ഇതുപോലൊരു തോന്നുന്നില്ല. എക്സ്പീരിയൻസ് ഉണ്ടായത് കഴിഞ്ഞ ലാസ്റ്റ് ഒരു വീക്കിൽ നമുക്കൊരു വെഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ശാന്തി, സാധാരണ നമ്മളാണ് ശാന്തിനെ കൊടുക്കാറ്. ഇവന്റിന്റെ ടീം നമുക്കൊരു ഒരു 1-2 ആൾക്കാരുണ്ട്. കംഫർട്ടാണ് ഇതിൽ മെയിനായിട്ട് ഞങ്ങൾ നോക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഗുരുവായൂർ വെഡിങ്ങോ അല്ലെങ്കിൽ വേറെ അമ്പലത്തിലൊക്കെ വെഡിങ് കഴിഞ്ഞ് വന്നിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ ഒരാൾ, അതിനെക്കുറിച്ച് അറിവുള്ള ഒരാൾ വേണം. ആങ്കർക്ക് ചെയ്യുന്നതിൽ കൂടുതൽ കംഫർട്ടായിട്ട് അത് ആ വരുന്ന വ്യക്തിയുടെ പ്രായമോ എക്സ്പീരിയൻസോ അല്ല. ആ വ്യക്തി ഇപ്പോൾ ചെറിയൊരു ആളാണെങ്കിലും ആളുടെ രൂപത്തിൽ വന്നെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ മേലേക്ക് വേറൊരു അമ്മാവൻ പറയില്ലല്ലോ. കുറെ അമ്മാവന്മാരാണ് എപ്പോഴും പ്രശ്നം, കുറെ അഭിപ്രായങ്ങൾ വരുന്നത്. അപ്പോ ഈ ഒരാളവിടെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. അവിടെ പിന്നെ വേറെ കൺഫ്യൂഷൻസ് ഇല്ല. അപ്പോ കഴിഞ്ഞ വർക്കിന് അവരുടെ ഫാമിലിന്ന് ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഒരു പൂജാരി അവരുടെ ഫാമിലിന്ന് ആരോ ഉണ്ട്, ഓക്കെ അവര് ചെയ്യണം എന്നുള്ളൊരു ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ല. അപ്പൊ അവര് ലിസ്റ്റ് മേടിച്ചു, നമ്മൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു. ആള് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാ. ഞങ്ങളോട് മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ പറഞ്ഞത് വെച്ചാൽ ആള് ഫോട്ടോഗ്രാഫേഴ്സിനോടും അതല്ലെങ്കിൽ ഇവന്റിന്റെ ആൾക്കാരോടൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞോളൂ. പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫേഴ്സിനോട് ഞാനൊരു കാര്യം പറയുമ്പോൾ അതിന്റെ മേലെ ഒന്ന് വെയിറ്റ് ചെയ്യും, ഒന്ന് സ്റ്റഡി, ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ താലി കെട്ടൽ പരിപാടിക്ക് നിൽക്കില്ലേ, പറയുമല്ലോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലി നിങ്ങൾ ക്ലിയർ ആക്കാൻ നോക്കുന്നു, അത് പറയരുത്, സ്ട്രിക്റ്റാ. ആളവിടെ കയറിയ സമയത്ത് ഹാളിൽ ആരും സംസാരിക്കരുത്. എന്റെ അടുത്ത് ക്ലൈന്റ് പറയാ നമുക്കതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം 1000-2000 ആൾക്കാർ ഗസ്റ്റ് ഇരിക്കുന്നവരോടത്ത് നമുക്ക് അനൗൺസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് MC-നെ വെച്ചിട്ട്, അതായത് നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്യാമോ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു നിൽക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യാനേ പറ്റൂ. അല്ലാതെ വേറൊരു നിവൃത്തിയില്ല. ക്ലൈന്റിന് അതറിയാം, ക്ലൈന്റും അത് നമ്മളെ കൂടെ തന്നെ സംസാരിക്കുന്നത്. അതെ, നിസ്സായാവസ്ഥയാണ് അത്. കാരണം അവർക്കൊന്നും ചെയ്യാനില്ല. കാരണം അവർക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, ആൾ ഒഴിവാക്കാനും പറ്റില്ല. അപ്പോ എന്നിട്ട് ഞങ്ങളപ്പോ ഞാനപ്പോ നമ്മുടെ ക്യാമറ ടീമിന്റെ ഒരു ലീഡർ ഉണ്ടായിരുന്നു, ആളെടുത്ത് പറഞ്ഞു ഒരു സംഭവം ഉണ്ട്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോളൂ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് എങ്ങനെയാ പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് മൈക്കിലൂടെയോ അല്ലെങ്കിൽ ഇക്കണ്ട ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്ത് ആള് ഒരു ഇൻസൾട്ട് ചെയ്തുകൊണ്ടൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായി പോകും. ഞാൻ അത് കാര്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ട്, ശ്രദ്ധിച്ചോളൂ, അതൊന്ന് പറഞ്ഞു. എനിക്ക് പൂജാരി പൂജ ചെയ്യുന്ന സാധാരണ ഈ താലി കെട്ടാൻ പോകുന്ന സമയത്ത് ചില ഇവന്റ്സിൽ ഞാൻ കാണുന്നുണ്ട്, അവർക്ക് പൂജാരിമാർക്ക് മൈക്ക് കൊടുക്കും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ. അത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ പൂജാരിമാർ ഈ താലി കെട്ടുന്ന അല്ലെങ്കിൽ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും തൊട്ടടുത്ത് തന്നെയൊക്കെ ഉണ്ടാവും. ഈ താലി കെട്ടുന്ന സമയത്തായിരിക്കും ഇവർ എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൈ നീക്കുന്നത്. അപ്പൊ ഈ ഫോട്ടോയിൽ മൊത്തം ഒന്നര പൂജാരിമാരുടെ ഒരു ഷോൾഡർ ഉണ്ടാവും, ഒരു കൈ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതുണ്ട്. കാരണം ഞാൻ പരമാവധി എല്ലാ പൂജാരിമാരോടും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പറയാം, നിങ്ങൾ പൂജ ചെയ്യണോണ്ട് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ബ്രൈഡും ഗ്രൂമിൻ്റെയും തൊട്ടടുത്ത് നിന്നോ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് പൂജ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാരണം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും എക്സ്പീരിയൻസ്ഡ് ആണ്. ഓരോ വെഡ്ഡിങ് കാണും, നിങ്ങൾ 10 വെഡ്ഡിങ് കാണുമ്പോൾ പോലെ തന്നെ ആ 10 വെഡ്ഡിങ്ങിന് ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു വർഷം നിങ്ങളൊരു 100 വെഡ്ഡിങ് കാണുന്നുണ്ടെങ്കിൽ ആ 100 വെഡ്ഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ അവരും എക്സ്പീരിയൻസ്ഡ് ആണ് നിങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ ഇത് ഒരുമിച്ച് പോയാലാണ് നല്ലൊരു ഫോട്ടോ ആ ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി നിങ്ങൾ എന്തെങ്കിലും പൂജ കാര്യങ്ങളൊക്കെ ചെയ്യണ സമയത്ത് കുറച്ച് മാറി നിന്ന് മൈക്കിലൂടെ പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മാലയിടുന്ന സമയത്ത്, ബ്രൈഡ് മാലയിടുന്ന സമയത്ത് പലപ്പോഴും ഈ സൈഡിൽ സാരി പൊങ്ങിപ്പോവും. അപ്പം നമ്മൾ ഇപ്പുറത്ത് നിന്നാണ് ആ ഫോട്ടോ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ബ്രൈഡ് മാലയിടുന്നത് സാരി മാറിയുക, അപ്പോൾ നമുക്ക് ഈ മാലയിടുന്നൊരു ഫോട്ടോ ഭംഗിയായിട്ട് കിട്ടാറില്ല.
കാരണം അത് ആൽബത്തിൽ വെക്കുമ്പോൾ അത്യാവശ്യം വലിപ്പത്തിലാണ് ഈ ഒരു മാലയിടുന്ന ഫോട്ടോ വെക്കുന്നത്. വെക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ ഫോട്ടോഗ്രാഫും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും അത് കൃത്യമായിട്ട് തന്നെ അറിയാം. ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അവരത് മുന്നിൽ കണ്ടിട്ട് തന്നെ നേരെ ഇപ്പുറത്തെ സൈഡിൽ വന്ന് നിന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചില സമയത്ത് ഒരു 80% പൂജാരിമാർ സമ്മതിക്കാറില്ല. ഇപ്പുറത്ത് വന്ന് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പുറത്ത് വന്ന് നിൽക്കാൻ പറയും. എന്നിട്ട് ഈ ഫോട്ടോ നമ്മൾ പക്ഷേ ഈ ഫോട്ടോ നമ്മൾ ആൽബത്തിൽ വെക്കേണ്ട സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് അപ്രൂവ് ചെയ്ത് കിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും ഇപ്പുറത്ത് വന്ന് ആ സമയത്ത് ക്ലയന്റ് പോലും ചിലപ്പോൾ ഇതിനെ പറ്റി ചിന്തിക്കില്ല. പക്ഷേ ഈ ഇടയായിട്ട് ഞാനത് ക്ലയൻസിൻ്റെ എടുത്ത് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പൂജാരിമാർ പറയുന്നത് അപ്പാടെ കേൾക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫോട്ടോസിൻ്റെ ഒരു ഭംഗി മാറും. നിങ്ങൾക്ക് ചിലപ്പോൾ ആൽബത്തിൽ വെക്കാൻ പോലും പറ്റാത്തൊരു ഫോട്ടോ വരും. അപ്പോൾ അത് ഫോട്ടോഗ്രാഫി ടീമിനെ കൺസിഡർ ചെയ്യണം. എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യം. കുറെയൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുക, അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ക്ലയൻസ് ഉണ്ട്. നമുക്ക് എന്താ വെച്ചാല് പിന്നെ പലപ്പോഴും ഇവര് അവരുടെ ഒരു ടെൻഷനിലായിരിക്കും ആ ഒരു ദിവസം മൊത്തം. ആ ഒരു വെഡിങ്ങിന്റെ ദിവസം ഒരു 100 ടെൻഷനിലായിരിക്കും ബ്രൈഡും ഗ്രൂമും ഇരിക്കും. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ അന്ന് ഈ ഫോട്ടോഗ്രാഫർ പറഞ്ഞായിരുന്നു ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണോട്ടോ എന്നൊക്കെ പറയുന്നൊന്നും ഇവരെ തലയ്ക്കകത്തേ ഉണ്ടാവില്ല. നമ്മളുടെ പ്രൈസിങ്ങിന്റെ ഒരു വേരിയേഷൻ ഉണ്ടല്ലോ. അതായത് ഒരു ഫോട്ടോ കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് കാണിക്കുന്നു, ആ സാധനം ചെയ്യാൻ എൻ്റെ പ്രൈസ് എടുത്തു, ഞാനൊരു പ്രൈസ് പറഞ്ഞു. ഇതേ ഫോട്ടോ തന്നെ കാണിച്ചിട്ട് കുറവിന് അതിനേക്കാൾ വളരെ ചീപ്പിന് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഞാൻ ചെയ്യാന്ന് പറയണോ. അതേപോലെ തന്നെ കുറച്ചുകൂടി പ്രീമിയം ലെവൽ പോയാൽ ഇതിന്റെ ഡബിൾ കോസ്റ്റിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഒരു വേരിയേഷൻ ആസെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ഉള്ള ആൾക്കാർ കുറവാണ്. ആൾക്കാരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ചൂസ് ചെയ്ത ആൾക്കാർ ഫിൽറ്റർ ചെയ്ത് എത്തുന്നത്. പക്ഷെ ഇന്നാളെ പറഞ്ഞൊരു ഒരു ക്ലയന്റ് പറഞ്ഞതാ, ഞങ്ങളൊരു ടീമിനെടുത്ത്, ഒരു ലീഡിങ് ആയിട്ട് ടീമിനെടുത്ത് അവർ 3 lakh കോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അതേ സാധനം അവർ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരാൾ 65,000 ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഏജ് ആയിട്ടുള്ള ആളാണ് പറയണത്, ഒരു 70-60 റേഞ്ചിലുള്ള ഒരാളാണ് എന്നോട് പറയണത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചിരിച്ചു. വേറെ ഒന്നും പറയാനില്ല, കാരണം ആളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അത് പറഞ്ഞ ഇതും നമുക്കറിയാവുന്ന ആൾക്കാരാണ്. അവരെങ്ങനെയാ രണ്ടും ടീമും ചെയ്യാന്നുള്ളതും നമുക്കറിയാം. അപ്പോ ഇതിന്റെ ഫൈനൽ ഔട്ടുള്ള ആള് ഹാപ്പിയാണ്. ഈ 65 ആള് പറഞ്ഞു സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആള്. പക്ഷെ ഇത് രണ്ടും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് അത് ചെയ്യാന്നുള്ളത് അവര് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഈ ഞാൻ എപ്പോഴും എല്ലാ ക്ലയൻസിനും പറയുന്നത്, ഒരു 4 വർഷം മുന്നേ പറഞ്ഞ കാര്യം ഞാൻ ഇന്നും പറയുന്നത്, ഡിസ്കൗണ്ട്സ് ഓൾവേസ് കംസ് വിത്ത് എ കോംപ്രമൈസ്. തീർച്ചയായും ഉറപ്പാണ്. അതായത് ഒരിക്കലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട്, എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിയിട്ട് വേറൊരാളുടെ അല്ലെങ്കിൽ ആരുടെ ആയിക്കോട്ടെ ഒരാളുടെ വെഡിങ്ങിന് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ. ബേസിക്കലി ഇത് ബിസിനസ്സാണ്, പാഷനാണ്. എല്ലാത്തിനും പുറമെ ഇതിന്റെ ഇൻകം, എൻ്റെ ഇൻകം ഇതാണ്. ഓക്കെ, ഞാൻ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ടീം വർക്ക് ചെയ്യുന്നത് ഇത്രയും ദിവസങ്ങൾ എഫേർട്ടാണ്. ആ എഫേർട്ടിന് എനിക്ക് പേ ചെയ്തേ പറ്റൂ. ആ പേ ചെയ്യുന്നത് ഞാനൊരു എമൗണ്ട് പറഞ്ഞു, അതിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്യും സ്വാഭാവികമായിട്ട്. ഞാൻ ഫസ്റ്റ് പറയുന്നൊരു എമൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ആ പരിപാടി ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം, ആ ഒരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കോസ്റ്റാണ്. ആ കോസ്റ്റിനെ നമുക്കത് അപ്പം അവിടെ ഞാനൊരു ബഡ്ജറ്റ് കൊടുത്താൽ അതിനൊക്കെ പകുതിയിലോ അതിൻ്റെ ഒരു ഇത്ര % കുറവിന് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ അവർ ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതിനൊരു ഈസി വേ ഞാൻ മിക്കപ്പോഴും ക്ലയൻസിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, നമ്മളൊരു 5 പേരെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു 3 പേര് നിങ്ങൾക്കൊരു ഏകദേശം ഒരേ എമൗണ്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 1.5 lakhs അല്ലെങ്കിൽ 1.75 lakhs അല്ലെങ്കിൽ 2 lakhs, ഇത് 3 പേരും ഏകദേശം ഒരേ ഒരു എമൗണ്ട് തന്നു. 2 പേര് 5-ൽ 2 പേര് തന്നേക്കുന്നത് 65,000 അല്ലെങ്കിൽ 1 lakh ആണ്, അല്ലെങ്കിൽ ഒരു 1 lakhന് താഴെയാണ് എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നെവർ ഗോ വിത്ത് ദാറ്റ് 2. കാരണം 5ന്റെ ആവറേജ് എടുത്താൽ മതി. 5ന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ആ 3 പേരിലെങ്കിൽ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റി ഔട്ട്പുട്ടും കിട്ടും, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. കാരണം അതാണ് അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ്. ആ വർക്ക് ചെയ്യാനുള്ള അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ഇൻവോൾവ് ആയിരിക്കുന്നത് അത്രയാണ്. അതാണ് ഞാൻ സിമ്പിൾ ടിപ്പാണ് ഞാൻ പറഞ്ഞത്. അതിലെന്താ വെച്ചാൽ വലിയൊരു സംഭവം, നമ്മളിപ്പോൾ എല്ലാവരും എല്ലാ മേഖലയിലും എല്ലാ ഇതിലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ആണെങ്കിലും ഇവന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഒരു പ്രൊഡക്റ്റ് എടുത്താലും ബ്രാൻഡ് വാല്യൂ എന്നുള്ളൊരു സംഭവം ഉണ്ട്. നമ്മൾ ആ ബ്രാൻഡ് വാല്യൂ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളെ അടുത്തേക്ക് ഒരു ക്ലയന്റ് വരിക എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വാഭാവികമായിട്ട് പണ്ടത്തെ പോലെ ഒന്നല്ല. ഇപ്പോൾ അവിടുത്തെ ആര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞിട്ടോ എന്നുള്ള ഒരു എൻക്വയറി വരാം. അവർ വളരെ ക്ലീൻ ആയിട്ട് നമ്മളെ പറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. നമ്മളുടെ പേജോ അല്ലെങ്കിൽ നമ്മളുടെ എന്താണെന്ന് അത് വളരെ ക്ലീൻ ആയിട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ വെഡിങ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓക്കെ ഇവരിങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു പിക്ചർ അവർക്ക് ഉണ്ടായിരിക്കും.
ഇത് കഴിഞ്ഞ് വന്നിട്ട് ഒരിക്കലും അവർ നമ്മളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളോട് അറ്റ്ലീസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ അതേ കാറ്റഗറീസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ അപ്പുറത്തുള്ള ഒരു വളരെ ലോ ഡെക്കറേഷൻ, കോസ്റ്റ്. അതെ ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഡെക്കറേഷൻ എന്ന് പറഞ്ഞത്, ഈ കാറ്ററിംഗ് അല്ലെങ്കിൽ ഇവന്റ് പ്ലാനർ, കാറ്ററിംഗ്, പന്തൽ പണി, അല്ലെങ്കിൽ ഇത് അങ്ങനെ ഇതൊക്കെ ഇതിനുള്ളിൽ എല്ലാം വരുന്ന സംഭവങ്ങളാണ്. ഇവന്റ് മാനേജറെ സംബന്ധിച്ച് പറയാൻ, ഞങ്ങളൊരു ഇവന്റ് ടീമിനെ സംബന്ധിച്ച് ഒരു നോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല. തലേദിവസം നൈറ്റിൽ വിളിച്ചിട്ട് ഇപ്പോൾ ബ്രൈഡ് പറഞ്ഞ ചേട്ടാ എനിക്ക് അത് വേണമെന്ന് പറഞ്ഞാൽ അത് ഓക്കെ അറേഞ്ച് ചെയ്യാം, ഫൈൻ, എന്നിട്ട് കട്ടാക്കണത്. അത് കഴിഞ്ഞിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നുള്ള അടുത്ത സ്റ്റെപ്പാണ് ചിന്തിക്കുന്നത്. അയ്യോ അത് നടക്കില്ലാട്ടെന്നുള്ള സംഭവം ഇല്ലല്ലോ. അങ്ങനെ എന്ന് നോ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളത് ഫെയിലിയർ ആണ്. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരേ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരേ കാറ്റഗറിയിൽ ഒരു വർക്കിന്റെ ഔട്ട് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്യണം. അതെന്റെ റിക്വസ്റ്റാ. അതായത് ഒരിക്കലും ഒരു ലീഡിങ് ആയിട്ടുള്ള ടീമിനെ ഒരു ആരും ചുറ്റുപാടുള്ള ആരെങ്കിലും ഒരു ടീമിനെ വെച്ചിട്ട് ഒരു ഡെക്കറേഷൻ ടീമിനെ വെച്ചിട്ട് ചെയ്യരുത്. അതിപ്പോ അതിന്റെ ഫൈനൽ ഔട്ട് വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് വ്യത്യാസം കാണിക്കും. അത് അവർ ഉപയോഗിക്കുന്ന ഓരോ എലമെന്റ്സിന്റെയും അതിന്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കും. അവർ വെക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസ് ഉണ്ട്. കാരണം അവര് എപ്പോൾ വിളിച്ചാലും സംസാരിച്ച് അവരുടെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് റിസോൾവ് സോർട്ട് ചെയ്യാനുള്ള ഒരു നമ്മൾ കൊടുക്കുന്ന, ഇപ്പോൾ കോൾ വിളിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അവരോട് അപ്രോച്ച് ചെയ്യുന്ന രീതികളും അതെല്ലാം സർവീസിന്റെ ഭാഗമാണ്. ഈ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മേ ബി ഇയാൾ തരുന്നത് അയാൾ തരുന്നത് സെയിം തന്നെ ആയിരിക്കും. പക്ഷെ നമ്മളോട് സംസാരിക്കുന്ന ഡീലിംഗ് അല്ലെങ്കിൽ നമ്മളായിട്ട് എത്രയും കംഫർട്ടബിൾ ആണ് എന്ന് ആ ക്ലയന്റ് മനസ്സിലാക്കുകയാണെങ്കിൽ അതെല്ലാം ആ സർവീസിൽ നമ്മളത് ഫിൽറ്റർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു വലിയ പ്രിയോറിറ്റിയോട് കൊടുക്കുന്ന സംഭവമാണ്. പണ്ടത്തെ പോലെ ഒന്നല്ല. ഇപ്പോൾ ഈ പറഞ്ഞ കേസിൽ തന്നെ ഇപ്പോൾ ഡെക്കറേഷൻ ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്ന രീതി നമ്മളുടെ ഒരു ഞാനുണ്ടാവും അല്ലെങ്കിൽ നമ്മളൊരു ടീം അവിടെ ഉണ്ടാവും. ത്രൂ ഔട്ട് ആ ഇവന്റ് കഴിയുന്നവരെ ത്രൂ ഔട്ട് ആ ടീം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എമൗണ്ടിനേക്കാൾ വിട്ടിട്ട് ഒരു വലിയൊരു എമൗണ്ട്, പകുതി എമൗണ്ട് കുറച്ചിട്ട് ഒരു ടീം അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തിട്ട് ചിലപ്പോൾ തലേദിവസം നൈറ്റിൽ ചെയ്തിട്ട് അവർ പോയിണ്ടാവും. അവിടെ ഒരു ഹിന്ദു വെഡിങ് ആണെങ്കിൽ അവിടെ ഒരു വിളക്കിരിക്കുന്നത് എവിടെയാണെന്നോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്നോ അറിയാൻ പോലും വീണ്ടും വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ മുഴുവൻ അന്വേഷിച്ചിറക്കേണ്ട അവസ്ഥ ക്ലയന്റിന് ഉണ്ടായിരിക്കാം. അതൊക്കെ സംഭവം സിമ്പിൾ ആണെങ്കിൽ പോലും ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതിനെയാണല്ലോ നമ്മളൊരു ഇവന്റ് ടീമിനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത്. അതിപ്പോ ഏതൊരു ഇവന്റ് ടീമാണെങ്കിലും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിന് അവർ അവിടെ എന്താണോ അവര് ഉദ്ദേശിക്കുന്നത് എന്നുള്ള സാധനത്തിലേക്ക് മൈൻഡ് പോകുമ്പോഴേക്കും അതവിടെ കൊടുത്തിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് സംഭവിക്കാൻ പോകുമ്പോൾ അടുത്ത സാധനം കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഒരു വെഡിങ് ചെയ്തു അല്ലെങ്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാല വേണം, ബാക്കി മാല ശരിക്കും പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് മാറ്റേഴ്സ് ആണ്. കാരണം അടുത്ത് എന്താ സംഭവിക്കാൻ പോണെന്ന് അത് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. ആ ഷെഡ്യൂൾ ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്, നമുക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ട്. ഓക്കെ, ഒന്ന് കഴിഞ്ഞു അടുത്തത് നെക്സ്റ്റ് ആണ്, അപ്പൊ നെക്സ്റ്റിന് ഇന്ന സാധനം വേണം, അത് നേരെ കൊടുക്കുകയാണ്. നമ്മുടെ ടീം അവിടെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുകയാണ് എന്താ വേണ്ടത്. അപ്പോൾ ലാഗ് ഇല്ലാണ്ട് കാര്യങ്ങൾ പോകും. അതൊരു ഓൺ ടൈമിനെങ്കിലും ഒരു പരിധി വരെ ഓൺ ടൈം എല്ലാ കാര്യങ്ങളും നടന്നു പോകും. വെറുതെ ഡിലേ ആക്കിയിട്ട് എല്ലാവരും ഇതിൽ ആക്കിയിട്ട് കാര്യമില്ലല്ലോ. I wish you all the very best for your future events. And thank you so much for being here. Okay, thank you.